എന്റെ പ്രിയപ്പെട്ട സ്നേഹങ്ങളെ, मेरे प्रियो, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. आपसे मैं एक बात बताना चाहता हूँ. ഒരു കാലത്തിൽ അല്ലെങ്കിൽ ഒരു നേരത്തിൽ और एक समय में ऐसा था, നമ്മൾ ഈ ലോകത്തിൽ ടാറ്റ പറയും. और एक समय ऐसा कि हम इस संसार को अलविदा कहेंगे. നമുക്ക് എന്നും ഇങ്ങനെ ഒരു യൂത്ത് പോലെയൊക്കെ ജീവിക്കാൻ പറ്റില്ല. हमेशा हम एक जवान के रूप में यहाँ संसार में नहीं रह सकते. എന്നും ഒരു വയസ്സ് കൊച്ചു പോലെ ഇരിക്കൂല. और हमेशा हम एक साल के बच्चे नहीं रहेंगे. എന്നും ഒരു യൂത്ത് വന്നിട്ട് ഒരു 25 അല്ല 20 ഇയേഴ്സിന്റെ ഒരു ഏജിൽ കാണൂല. हमेशा एक जवान जो हमेशा 25 साल की उम्र में ही नहीं रहेंगे. കാലം പോകുന്ന പോലെ നിങ്ങളുടെ വയസ്സും പോയിക്കൊണ്ടേയിരിക്കും. जैसे जैसे समय बढ़ते जाते आपकी उम्र भी बढ़ती है. ഈ ആറിനെ കണ്ടിട്ടുണ്ടോ? ആറിനൊക്കെ കണ്ടിട്ടുണ്ടോ? വലിയ ആറുകളൊക്കെ आपने बड़े बड़े नदियों को देखे അതിൽ होंगे. ഒരിടത്ത് നിൽക്കൂല. वो कहीं रुक के नहीं रहती ഇങ്ങനെ വെള്ളം വാങ്ങിക്കൊണ്ടേയിരിക്കും. हम जानते हैं कि नदियों के पानी ऐसे बहते പക്ഷെ रहते हैं, ഒരിടത്ത് ചെന്നെത്തും. लेकिन एक जगह जाके मिल जाती है. ആ വെള്ളത്തിന് അറിയാം എവിടെ ചെന്ന് എത്തണം എന്ന് और वो പറഞ്ഞിട്ട്. पानी जानता है कि कहाँ जाके मिलना है. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം हमारे जीवन में भी हमें जानना है നമ്മൾ എവിടെ ചെന്ന് എത്തണം എന്ന് हम പറഞ്ഞിട്ട്. कहाँ पे जाके हमारा जीवन समाप्त होंगे. അതാണ് നമുക്ക് ബൈബിൾ പറഞ്ഞു തന്നിട്ടുള്ളത്. वही हमें बाइबल सिखाती है. നമുക്കൊരു ജീവിതമുണ്ട്. हमारा एक जीवन है. മരിച്ചാലും നമുക്കൊരു ജീവനുണ്ട്. हम मरेंगे भी, उसके बाद भी एक अनंत അത് जीवन है. സ്വർഗത്തിലുള്ള वो ജീവനാണ്. स्वर्गीय जीवन है. ഹല്ലേലൂയ. आमीन, हालेलुया. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, मेरे प्रिय मित्रों, എന്റെ പ്രിയപ്പെട്ട സ്നേഹികളെ, मेरे प्रिय मित्रों, നമ്മൾ ഒരു കാലത്ത് ടാറ്റ പറയുന്ന നേരത്ത് और जब हम इस संसार को अलविदा कहेंगे, നമ്മുടെ കൂടെ ആരും വരൂല. हमारे संग कोई नहीं जाएंगे. നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ വരൂല. हमारी पत्नी नहीं आएंगे. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ हमारे വരില്ല. बच्चे हमारे साथ नहीं നമ്മുടെ आएंगे. സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വരൂല. हमारे मित्र नहीं आएंगे. നമ്മുടെ റിലേഷൻ നമ്മുടെ കൂടെ വരില്ല. हमारे रिश्तेदार हमारे संग नहीं നമ്മുടെ आएंगे. വീടിന്റെ അടുത്തുള്ളവർ നമ്മുടെ കൂടെ വരൂല. हमारे आस पड़ोस के लोग नहीं आएंगे. നമ്മൾ പഠിച്ച ഏത് സിലബസ് ആയാലും അത് നമ്മുടെ കൂടെ വരൂല. हम कोई भी सिलेबस क्यों ना पढ़ाई कि वो सिलेबस हमारे साथ नहीं लेके जाएंगे. എത്ര വലിയ ബിസിനസ് ചെയ്താലും ആ ബിസിനസ് നമ്മുടെ കൂടെ വരൂല. कितने बड़े व्यापार या बिजनेस करें, बिजनेस हमारे संग नहीं लेके जाएंगे. എത്ര വലിയ ഒരു വീട് കെട്ടിയാൽ ആ വീട് നമ്മുടെ കൂടെ വരൂല. कितने भी बड़े मकान खड़ा कर दे, वो मकान हमारे संग नहीं जाएंगे. എത്ര കാസ്റ്റ്ലി ആയിട്ട് വാങ്ങിച്ച ബൈക്ക് ആയാലും ശരി, കാർ ആയാലും ശരി, എന്തിനായാലും ശരി നമ്മുടെ കൂടെ വരൂല. कितने भी महंगे कार खरीदे हो, बाइक खरीदे, वो हमारे संग नहीं जाएंगे. പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ अगर हम प्रभु के लिए जीते हैं, ദൈവം നമ്മളോട് वो വരും. प्रभु हमारे संग जाएंगे. ഹല്ലേലൂയ. आमीन. ദൈവം നമ്മളെ കൂടെ വരും. वो प्रभु हमारे संग ദൈവം जाएंगे. പറഞ്ഞിട്ടുണ്ട്. प्रभु ने कहा है, ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. बाइबल बताती है. ദൈവം പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ബൈബിള് प्रभु इस बाइबल से कई बातें हमें सिखाती है. തിരിച്ചും ഈ ബൈബിളിലോട്ട് നമ്മുടെ ജീവിതം വരണം. हम अपना जीवन इस बाइबल की ओर मोड़ ഈ ले. ബൈബിളിനെ സ്നേഹിക്കണം. हम इस बाइबल से प्रेम നമ്മുടെ करें. കുടുംബത്തെ എത്ര സ്നേഹിക്കുന്നുണ്ടോ जितना हम अपने परिवार से प्रेम करते അതിന് हैं, ഉയരെ നമ്മൾ ഈ ബൈബിളിനെ उससे സ്നേഹിക്കണം. ज्यादा हम इस बाइबल से प्यार करें. എന്തിനു അറിയോ? आप जानते हैं, എന്നും ഈ ബൈബിൾ നിങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന, और जिस दिन आप इस बाइबल को ऐसे उठा के चलते എന്നും हैं, ഈ ബൈബിൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ और रोज अगर आप इस बाइबल को पढ़ते हैं, ഒരു ദിവസം ഈ ബൈബിൾ നിങ്ങളെ സ്വർഗ്ഗത്തിൽ और കൊണ്ടുപോകും. एक दिन ये बाइबल आपको स्वर्ग में लेके जाएंगे. ഹല്ലേലൂയ. आमीन. ബൈബിൾ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ബുക്കല്ല. बाइबल एक साधारण किताब नहीं है. ഇതൊരു ഹോലി ബൈബിൾ ആണ്. ये पवित्र बाइबल ഇതൊരു है. ഹോലി ബൈബിൾ ആണ്. ये पवित्र बाइबल है. ഇതിൽ വായിക്കുന്ന ഒവ്വൊരു വചനങ്ങളും, और इसमें पढ़ने वाले हर एक ഇതിൽ वचन, വായിക്കുന്ന ഒവ്വൊരു വചനങ്ങളും और इसमें पढ़ने वाले हर एक वचन ജീവിക്കുന്നതാണ്. वो जीवित है. ഹല്ലേലൂയ. आमीन. ഇത് കഴിക്കുന്നവന് ഒരിക്കലും വിശക്കൂല. जो इसको खाते हैं वो उनको कभी भूख नहीं അങ്ങനെയാണ് लगती. ബൈബിൾ പറഞ്ഞിട്ടുള്ളത്. वैसे हमें बाइबल ഞാൻ सिखाती है. എപ്പോഴും പറയാറുണ്ട്, मैं हमेशा कहता हूँ, എനിക്ക് ഭക്ഷണം ആവശ്യമില്ല, मुझे खाने की जरूरत नहीं, നിങ്ങളുടെ കാശ് ആവശ്യമില്ല, आपकी पैसे की जरूरत എനിക്ക് नहीं, ഒന്നേ ഒന്ന് വേണം. मुझे सिर्फ एक चीज എന്ന് चाहिए. എനിക്ക് പ്രാർത്ഥിക്കണം, रोज मुझे प्रार्थना करना എന്ന് है, എനിക്ക് പ്രസംഗിക്കണം. रोज मुझे प्रचार करना ദൈവം है. എനിക്ക് തന്നിട്ടുള്ള ഒരു ജോലിയാണ്. तो वो परमेश्वर ने मुझे दिया हुआ एक नौकरी എനിക്ക് है. മാത്രമല്ല, सिर्फ मुझे നിങ്ങൾ नहीं, എല്ലാവർക്കും തന്നിട്ടുള്ള ഒരു ജോലിയാണ്. वो आप सबों को दिया हुआ एक नौकरी है. ഗോസ്പൽ പറയുന്നത് എന്റെ മാത്രം ജോലിയല്ല. सुसमाचार सुना सिर्फ मेरी जिम्मेदारी नहीं. നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന വെച്ചോ, मान लीजिए कि आप एक जगह पे काम നിങ്ങൾ करते വർക്ക് हैं. ചെയ്യില്ലെങ്കിൽ ആ കമ്പനിയോ അല്ലെങ്കിൽ ആ ഓഫീസോ നിങ്ങൾക്ക് കാശ് തരുമോ? हम जानते हैं कि आप जिस कंपनी में ऑफिस में काम करते हैं, उस कंपनी ऑफिस आपको तनख्वाह देती है, ഒരുത്തരും തരൂല. और कोई आपको नहीं देंगे. ഫ്രീ ആയിട്ട് ഒരു കമ്പനിയും കാശ് തരൂല. और मुफ्त में कोई कंपनी पैसा नहीं നിങ്ങൾ बांटती. ജോലി ചെയ്താലും നിങ്ങളുടെ കാശ് എന്തെന്നുള്ളത് കിട്ടും. आप अगर नौकरी करेंगे तभी आपका तनख्वाह मिलेगा. അങ്ങനെയല്ലേ? वैसा है ना? അപ്പൊ സ്വർഗത്തിന്റെ ജോലി നമ്മൾ ചെയ്തില്ലെങ്കിൽ अगर स्वर्गीय काम को अगर हम नहीं നമ്മൾ करते, എങ്ങനെ സ്വർഗത്തിൽ പോവും? हम कैसे स्वर्ग में നമ്മൾ എങ്ങനെ जाएंगे? സ്വർഗത്തിൽ പോവും? हम कैसे स्वर्ग में जाएंगे? ദൈവം നമുക്ക് തന്നിട്ടുള്ള ജോലിയാണ്. ये प्रभु ने हमें दिया हुआ काम है. പ്രാർത്ഥനയെ ഒരു കാലം ഉപേക്ഷിക്കരുത്. हम प्रार्थना को कभी भी ना छोड़े. ബൈബിളെ ഒരു കാലത്തിലും ഉപേക്ഷിക്കരുത്. बाइबल को कभी ना छोड़े. ചർച്ചിനെ ഒരു കാലത്തിലും ഉപേക്ഷിക്കരുത്. चर्च को कभी ना छोड़े. പരിശുദ്ധ ആത്മാ ഒരു കാലത്തും ഉപേക്ഷിക്കരുത്. आत्मा को कभी तुच्छ
कुछ करना യേശുവിനെ ഒരു കാലം ഉപേക്ഷിക്കരുത്. यीशु को कभी ना छोड़े, ക്രൂശിനെ ഒരു കാലത്തിലും ഉപേക്ഷിക്കരുത്. को कभी ना छोड़े। എല്ലാ ദിവസവും ക്രൂശിനെ ചുമന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തവ ജീവിതം. क्रूस को ढोते हुए जाना वही है मसीह जीवन। ഹല്ലേലൂയ. आमीन। ബൈബിൾ അതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. बाइबल वही हमें सिखाती है। ബൈബിൾ, if you follow me, you want to carry the cross of the Jesus. बाइबल हमें ये सिखाती है कि अगर आप मेरे पीछे चलना चाहते हैं तो आप यीशु के क्रूस को उठाकर चले। ഹല്ലേലൂയ. आमीन। എന്റെ പ്രിയ സുഹൃത്തുക്കളെ, मेरे प्रिय मित्रों, എന്റെ പ്രിയ സ്നേഹികളെ, मेरे प्रिय ഒരു सहेलियों, കാര്യം ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. मैं फिर से एक बार आपको ഈ बताना चाहता हूँ, ശരീരത്തിന് വേണ്ടി, हम इस शरीर के ഈ लिए, ശരീരത്തിന് വേണ്ടി हम इस शरीर के लिए എത്ര വില കൂടിയ ഡ്രസ് ഇട്ടാലും हम ശരി, कितने भी महंगे कपड़े पहन ഈ ले, ശരീരത്തിന് വേണ്ടി हम इस शरीर के लिए എത്ര ബർഗറോ ഇല്ലെങ്കിൽ KFC ചിക്കനോ വല്ല എന്തിനൊക്കെ നിങ്ങൾ കഴിച്ചാലും ശരി, अब कितने बड़े बर्गर या KFC चिकन जो कुछ भी आप खा ले, ഒരു ദിവസം एक दिन ഈ ശരീരത്തിന് ഇരിക്കുന്ന മണ്ണ് തിന്നോണ്ടിരിക്കും. और एक दिन ऐसा आएगा मिट्टी हमारे शरीर को खा लेगी। അതല്ലേ സത്യം? वो है सत्य, അതല്ലേ സത്യം? वही है ना सत्य। നമ്മൾ എന്തിനു കഴിച്ചാലും ശരി, हम जो कुछ भी खाए, എന്തിനിട്ടാലും ശരി, जो कुछ भी पहने, ഒരു ദിവസം ഈ ശരീരത്തിനെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ ആളാക്കിയ ശരീരത്തിന് ഈ മണ്ണ് കഴിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം. हम इतने हालिया तंदुरुस्त भोजन वगैरह खिला के इतने मजबूत बना हुआ इस शरीर को एक दिन मिट्टी खा लेगी। ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എത്രയൊക്കെ ക്രീമൊക്കെ ഇടുന്നുണ്ട്. हम कितने सारे क्रीम हम पोतते हैं अपने शरीर में। ഇന്ന് യൂത്തുകള്, आज वर्तमान में നിങ്ങളടുത്ത് പറയാൻ എനിക്കൊരു കാര്യമുണ്ട്. आपसे बताने के लिए एक बात है। ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 വീക്കായിട്ട് ഈ ഡൽഹിയുടെ ഹരിയാനയുടെ പരിസരങ്ങളൊക്കെ എന്റെ സൈക്കിളിലോട്ട് ഇങ്ങോട്ട് തേരാ പാരയുടെ ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. मैं पिछले कुछ दिनों से दिल्ली हरियाणा के क्षेत्रों में इधर उधर अपने साइकिल से सेवकाई में इधर उधर सुसमाचार सुना रहा ഈ था। പൊള്ളുന്ന വെയിലില് और इस तेज धूप में ഞാൻ AC-ന്റെ അകത്തിരിക്കുന്നില്ല. मैं एसी के अंदर नहीं ഈ बैठा हूँ। പൊള്ളുന്ന വെയില് और इस कड़ी धूप में എന്നോട് എത്ര സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ मुझसे जितना साइकिल चलाया ഈ जा सकता ഡൽഹിക്ക് है, വേണ്ടി, दिल्ली के ഈ लिए, ഹരിയാനയ്ക്ക് വേണ്ടി हरियाणा के लिए ഞാൻ ചവിട്ടി ചവിട്ടി എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. मैं साइकिल चला चला कर मेरे यीशु के नाम को ऊंचा उठा रहा हूँ। എന്തിനു വേണ്ടിന്നറിയോ? आप जानते हैं എന്റെ क्यों? ഡൽഹി യേശുവിനെ കാണണം, मेरे दिल्ली यीशु को जाने, എന്റെ ഹരിയാന യേശുവിനെ मेरे കാണണം. हरियाणा यीशु को എനിക്ക് അത് जाने, മാത്രം മതി, सिर्फ मुझे वही വേറെ चाहिए ഒന്നും വേണ്ട. और कुछ नहीं चाहिए। എന്നറിയോ, आप जानते ഞാൻ हैं, സ്വർഗത്തിൽ പോകുന്ന നേരത്ത് जब मैं स्वर्ग में യേശു पहुंची, എന്റെ അടുത്ത് പറയും, यीशु मुझसे നീ कहे, അന്ന് പ്രാർത്ഥിച്ചല്ലോ, उस दिन तूने प्रार्थना നീ അന്ന് की, സുവിശേഷം പറഞ്ഞല്ലോ, उस दिन तूने सुसमाचार ഇവർക്ക് सुनाया, വേണ്ടിയായിരുന്നു. इसके लिए ഇന്ന് അവർ സ്വർഗത്തിലുണ്ട്. आज वो स्वर्ग में है। ഇതുപോലെ എനിക്ക്, मेरे लिए सिर्फ एक काफी है। ഇതുപോലെ എനിക്ക് मेरे लिए काफी है। എന്റെ സുഹൃത്തുക്കളെ, मेरे मित्रों, എന്റെ യൂത്ത് ജനങ്ങളെ, मेरे जवान എന്റെ बच्चों യൂത്ത് ജനറേഷങ്ങളെ, और जवान पीढ़ी നിങ്ങളടുത്ത് പറയാൻ എനിക്കൊരു കാര്യമുണ്ട്. आपसे बताने के ഈ लिए बात है। ഡൽഹിയുടെ പല സ്ഥലത്ത് ഞാൻ സൈക്കിളിൽ പോയപ്പോ कई जगहों पे जब मैं साइकिल से गया, പലയിടത്തും ഞാൻ ജിമ്മുകളൊക്കെ കണ്ടു. कई जगहों पे मैंने जिम देखा കാലത്ത് വെളുപ്പകാലത്ത് കഴിച്ച് എല്ലാം കുറെ കിടന്ന് റോട്ടിൽ ഓടുന്നുണ്ട്. और सुबह उठकर कुछ रोड में दौड़ते हैं കുറെ പേര് ഈ ഗാർഡനിലേക്കൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. और कुछ लोग गार्डन में बैठकर कुछ कुछ करते हैं। എന്തിനു വേണ്ടിയാണ്? किस लिए? ശരീരത്തിന് വേണ്ടിയാ, अपने शरीर के ഈ लिए, ശരീരത്തിന് വേണ്ടിയാ. इस शरीर के लिए। ഞാൻ ഒന്ന് പറയട്ടെ, मैं एक बात आपको നിങ്ങൾ बताऊं, ജിമ്മിക്ക് പോയിക്കോ, आप जिम में जाओ, കുത്തിയിരുന്ന് എന്തെങ്കിലും ചെയ്തോ, आप बैठ कर कुछ भी വെളുപ്പകാലത്ത് എന്തിനു വേണമെങ്കിലും ഓടിക്കോ. करो, आप सुबह दौड़े। ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, मैं आपसे एक നിങ്ങൾ बात ജിമ്മിൽ कहूं, പോയിക്കോ, आप जिम में जाओ, ദിവസം പോയിക്കോ, रोज जाओ। ഫ്രീ ആയിട്ട് ഇറങ്ങി ജിമ്മ് തരുന്നുണ്ടോ? क्या कोई फ्री में जिम में जाने के ആരും लिए തരുന്നുണ്ടോ? कोई देते हैं? കാശ് കൊടുക്കണം അല്ലേ? पैसा देना पड़ता है। കാശില്ല ഒരുത്തനും ജിമ്മിന്റെ അകത്ത് കയറ്റൂല. और बिना पैसा दिए कोई जिम के अंदर കാശ് കൊടുത്താൽ ജീവിതം ചവിട്ടി പുറത്താക്കും. अगर पैसा नहीं देंगे तो वहां से बाहर അതല്ല निकाल- സത്യം. वो सत्य है ना। അപ്പൊ ജിമ്മിന് എന്തിനു വേണ്ടി പോണ്? क्यों जाते हैं जिम में? ശരീരത്തിന് വേണ്ടി, शरीर के നല്ല लिए। മസിൽ പിടിപ്പിക്കാൻ വേണ്ടി. अच्छा मसल्स। ഞാൻ ഒന്ന് ചോദിക്കട്ടെ, मैं आपको बताऊं, നിങ്ങൾ ജിമ്മിൽ പോയോ? आप जिम जाए ഒരു 10 വർഷം 20 വർഷം 30 വർഷം 10-20 അല്ല, 20 ചാവുന്നവരേക്കും പോയിക്കോ. नहीं तो मरते दम तक जाए। നിങ്ങൾ ഇത്ര വർഷം ജിമ്മ് പോയി, इतने साल जिम कर, നിങ്ങളെ കൊണ്ട് ഒരു 200 years ജീവിക്കാൻ പറ്റുമോ? क्या आप 200 साल तक जिम में जाकर जीवन बिता सकते हैं? നിങ്ങളെ കൊണ്ട് ഒരു 300 years ജീവിക്കാൻ പറ്റുമോ? क्या 300 साल आप जीवित रहेंगे? നിങ്ങളോട് ഒരു 150 വർഷങ്ങളും ജീവിക്കാൻ പറ്റുമോ? 150 साल तक? അല്ലെങ്കിൽ നിങ്ങളോട് ഒരു 125 വർഷങ്ങളും ജീവിക്കാൻ പറ്റുമോ? 125 साल? പിന്നെ ഏത് യൂസിനാണ് ജിമ്മിൽ പോണത്? फिर किस लिए जिम में जाते പറ हैं? എനിക്ക്, आप बोलिए, എന്ത് യൂസിനാണ് പോണത്? क्यों जाते हैं? വല്ല യൂസ് ഉണ്ടോ? क्या फायदा? നിങ്ങൾ ഇത്ര ദിവസം ജിമ്മിന് കൊടുക്കുന്ന കാശ് इतने दिन जिम में जो पैसा അത് दिए നിങ്ങളുടെ ചർച്ചിൽ കൊടുത്തിരുന്നെങ്കിൽ, और किसी चर्च में देते हैं, ചർച്ചില്ലാത്ത സ്ഥലത്ത് ഒരു ചർച്ച് പണിഞ്ഞാൻ. जहाँ पे चर्च की बिल्डिंग नहीं है, बिल्डिंग खड़ी हो जाती है। ഹല്ലേലൂയ. आमीन। ഇന്ന് ക്രിസ്തുവിടെ ജീവിതത്തിൽ അതില്ല, ചിന്തയില്ല. मसीही वर्तमान में मसीह लोग ഇന്ന് के അങ്ങനെയാണ് पास നമ്മുടെ सोच नहीं ക്രിസ്തവ है। ജീവിതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. आज मसीह लोग भी इस रास्ते पे ഇന്ന് चल रहे हैं। ക്രിസ്തവൻ നമ്മുടെ
അങ്ങനെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. आज हमारे मसीह समाज की हल जवान पीढ़ी उस और मुड़ गई है. ഞാൻ യൂത്ത് എടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. मैं जवानों से एक बात कहता हूँ. ഏത് ടെക്നോളജി വന്നാലും ശരി, कोई भी टेक्नोलॉजी, ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയാലും ശരി, कोई भी एजुकेशन शिक्षा प्रणाली बदल जाए, അതെല്ലാം കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. कुछ समय के लिए है. അല്ലേ? आमीन. സാധാ ഈ നമ്പർ ഫോൺ ഒന്നു, और नंबर 4, അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് उसके बाद स्मार्टफोन आया. ഇന്ന് AI-യുടെ ഫോണാണെന്ന് പറയുന്നത്. और वर्तमान में ये आर्टिफिशियल, ഇനി ഇത് കഴിഞ്ഞ് ഏത് ഫോൺ വരാൻ പോകുന്നുണ്ടോ? और इसके बाद और कुछ आने वाला है. ഒന്നും സ്റ്റേബിൾ അല്ല. कुछ भी ഈ स्थायी ലോകം नहीं है. മാറുന്ന അനുസരിച്ച് എല്ലാം മാറുകയാണ്. जैसे दुनिया बदलती है, सब कुछ बदलते जाते हैं. പണ്ടൊക്കെ ഈ ഷാരായ ഷാപ്പും കള്ള് ഷാപ്പിനും പേരൊന്നും കാണത്തില്ല. और पहले शराब की दुकानों में नाम नहीं हुआ करते थे. ഞാൻ ഈ ഹരിയാനയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോ जब मैं हरियाणा में ट्रैवल कर रहा കുറച്ച് കള്ള് കടയൊക്കെ ഞാൻ കണ്ടു ഇവിടെ. मैं कई सारे शराब की അതിന്റെ दुकानें- പേരെന്താണെന്നറിയോ? नाम क्या है? ഹൗസ് ഓഫ് ദ സ്പിരിറ്റ്. हाँ, हाउस ऑफ द स्पिरिट. എന്ത് സ്പിരിറ്റ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് मुझे नहीं पता. हाउस ऑफ द स्पिरिट अगले- आत्मा का घर. അതിന്റെ പേരാണ് ഹൗസ് ഓഫ് ദ സ്പിരിറ്റിന്റെ ആൽക്കഹോൾ ഷാപ്പിന്. और शराब की दुकानों का नाम है आत्मा का घर. എന്തൊരു റഷ് എന്നറിയോ അവിടെ? और कितना भीड़ है वहाँ पे. അങ്ങനെ ക്യൂല് നിൽക്കുകയാണ്. लोग कतार में खड़े हैं. ചർച്ചിലൊക്കെ ക്യൂലൊക്കെ നിൽക്കൂല, चर्च के लिए नहीं खड़े होंगे. ഇത്രയൊക്കെ ഇരിക്കൂല. और इतना समय बैठे. ഒவ்வொரு കടകളും ചർച്ചിനെ കാട്ടി വലിപ്പമാണ്. और एक एक जो शराब की दुकान है चर्चों से നിങ്ങൾ बड़ी है. കണ്ടു കാണല്ലേ? आप सब देखे होंगे. പല പേരുകളാണ്. और अलग अलग. സ്പിരിറ്റ് ഓഫ് ടൗൺ, और स्पिरिट ऑफ टाउन, Delicious spirit. ഡെലിഷ്യസ് സ്പിരിറ്റ്. और बहुत ही स्वादिष्ट आत्मा. ഇത് എങ്ങനെയാണ് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. और ये सब नाम कहाँ से आता पता नहीं. അവിടെ നിൽക്കുന്ന ആര്? वहाँ कौन खड़े हैं? നമ്മുടെ സുഹൃത്തുക്കളാണ്. हमारे अपने मित्र. നമ്മുടെ സുഹൃത്തുക്കളാണ്. हमारे अपने मित्र. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ കാണും. हम में से किसी न किसी के घर के कोई एक न दो वहाँ होंगे. അല്ലേ? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. उनके लिए हम प्रार्थना करें. ഹല്ലേലൂയ. ആമേൻ. ഇനി നിങ്ങൾ ഏത് ഒരു ആൽക്കഹോൾ ഷാപ്പ് കണ്ടാലും ശരി, अब आगे से कोई भी शराब की दुकान देखिए, യേശുവിന്റെ നാമത്തിൽ അടച്ചു പൂട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. यीशु के नाम से वो बंद हो जाए. ഹല്ലേലൂയ. आमीन. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വില ഉണ്ട്. आपकी प्रार्थना में बल है. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. आपकी प्रार्थना में सामर्थ्य ദൈവം है. പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനു വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു അതിന്റെ ആൻസർ ഒക്കെ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. और प्रभु ने कहा, आप जिस बातों के लिए प्रार्थना करते हो उसका उत्तर मैं देता हूँ. ഹല്ലേലൂയ. आमीन. എന്റെ സ്നേഹങ്ങളെ, मेरे प्रियो, 12 ഞാൻ തീർക്കണം. 12 बजे खत्म करना ഇനി है. ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. अब 15 मिनट बाकी है. എന്റെ യാത്രയെ കുറിച്ച് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറയാം. मेरे सफर के बारे में छोटी सी बात रखना चाहता हूँ. ഇത് എന്റെ 8ാമത്തെ മിഷൻ ജേണിയാണ്. और ये मेरा 8वां मिशन എന്റെ जर्नी है. യൂത്തുകളെ ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട്. मेरे जवान भाई बहनों आपसे I बताना was an चाहता हूँ. educated. और मैं अच्छे शिक्षा I was a physiotherapist. और फिजियोथेरापिस्ट I worked 1 year in the central government. और सेंट्रल गवर्नमेंट में 1 साल काम ഈ किया. സംഭവങ്ങളൊക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഓടാൻ ആരംഭിച്ചത്. नौकरी को छोड़कर मैं बाइबल लिख के निकला हूँ. ഹല്ലേലൂയ. आमीन. എന്റെ വൈഫ് ഡബിൾ എംഫിൽ വിത്ത് PhD വിത്ത് യൂണിവേഴ്സിറ്റി റാങ്ക്. और इनकी जो धर्मपत्नी है डबल एमए और पीएचडी के साथ एमफिल के साथ पढ़ी ഞാൻ लिखी है. കിടന്ന് ഉറങ്ങുന്ന റൂം AC ഉള്ള റൂമാണ്. और मेरा अपना घर में एसी है. 4 ബെഡ്റൂം ഉള്ള ഒരു വലിയൊരു വീടാണ്. और 4 बेडरूम वाला एक घर है. ഞാൻ പിച്ചക്കാരനല്ല. मैं भीख मांगने वाला പക്ഷെ नहीं हूँ. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ ദൈവത്തിന് കുരിശിന് ചുമന്ന് ഞാൻ ഓടുന്നത്. और सब छोड़कर मैं अपने प्रभु यीशु मसीह के क्रूस को ढो रहा हूँ. ഹല്ലേലൂയ. आमीन. ചിലവരെന്നെ കാണുന്ന നേരത്തെ എന്നെ പിച്ചക്കാരനെ പോലെ നോക്കും. और कुछ लोग मुझे भीख मांगने वाले देखते हैं. സൈക്കിളിൽ പോകുന്നു, साइकिल में चलता നല്ലൊരു हूँ. ഡ്രസ് ഇല്ല, अच्छा ड्रेस नहीं. പക്ഷെ യേശുവിനെ എന്നെ കുറിച്ച് അറിയാം. लेकिन यीशु मेरे बारे में जानता है. ഹല്ലേലൂയ. ഞാൻ യേശുവിന് വേണ്ടി എന്തൊക്കെ ഉപേക്ഷിച്ചോ, ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ ദൈവം എനിക്ക് അതിൽ 100 എനിക്ക് തരും. मैं यीशु मसीह के लिए जो कुछ भी छोड़ा हो स्वर्ग में जब जाता हूँ मेरा प्रभु उसमें से 100 गुना बढ़ के मुझे ഈ യങ് ജനറേഷന്റെ പറയാൻ എനിക്കൊരു ഇതുണ്ട്. यंग जनरेशन को बताना चाहता हूँ. 20 വർഷങ്ങൾ ഈ ബൈബിളിനെ ചുമന്നുകൊണ്ട് ഞാൻ ഓടുകയാണ്. और पिछले 20 साल से बाइबल को ढोकर मैं ദേവനെ चलता हूँ. താഴെ ഇട്ടില്ല, प्रभु ने मुझे कभी ദേവനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. हाँ, प्रभु मुझे उठा रहा है. ഹല്ലേലൂയ. आमीन. എന്റെ പ്രിയപ്പെട്ട സ്നേഹങ്ങളെ, मेरे प्रिय मित्रों, ഇതെന്റെ 8ാമത്തെ മിഷൻ ജേണിയാണ്. और ये मेरा 8वां मिशन എങ്ങനെ जर्नी ഞാൻ है. ദൈവത്തിൽ വന്നു? और किस प्रकार मैं मसीह में आया. ദേവൻ എടുത്ത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. प्रभु ने मुझसे 2 सवाल. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, पहला सवाल जो था, ഇന്ന് നീ മരിച്ച आज तुम मरेगा എവിടെ പോവും? कहाँ जाओगे. സ്വർഗമാണോ स्वर्ग है നരകമാണോ? या नरक में. എവിടെ പോകും? तू कहाँ जाएगा. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, दूसरा നീ सवाल, ഒരു ക്രിസ്ത്യൻ എന്നുള്ളത് എനിക്കറിയാം, मैं क्रिश्चियन था मुझे पता है. പക്ഷെ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? तूने मेरे लिए क्या किया. എന്റെ സുഹൃത്തുക്കളെ, मेरे मित्रों, ഇന്ന് ദേവൻ നിങ്ങളോട് ചോദിക്കുകയാണ്, आज प्रभु आपसे पूछ എന്റെ रहे हैं, യേശുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? मेरे
लिए എന്റെ യേശുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? मेरे यीशु के लिए आपने क्या किया? ദൈവം നിനക്ക് നല്ല ഡ്രസ്സ് തന്നല്ലോ, आप प्रभु ने आपको अच्छे कपड़े കഴിക്കാൻ നല്ല ആഹാരം തന്നല്ലോ, खाने के लिए भोजन നല്ല दिए, എഡ്യൂക്കേഷൻ തന്നല്ലോ, अच्छी शिक्षा दिए, കടന്നു ഉറങ്ങാൻ നല്ല സ്ഥലം തന്നല്ലോ, सोने के लिए अच्छी जगह दी, വന്നിരുന്ന് വചനം കേൾക്കാൻ നല്ലൊരു ചർച്ച തന്നല്ലോ. आके बैठकर वचन सुनने के ഈ लिए യേശുവിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? यीशु के लिए आपने क्या എന്താണ് किया? നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? क्या करने जा रहे എന്താണ് हैं? നിങ്ങളുടെ ഉദ്ദേശം? क्या आपका उद्देश्य है? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ചിന്തിക്കണം. आज आप सोचें, ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. आज प्रभु आपके जीवन में कुछ बदलाव ഒരു लाने जा സ്പിരിച്വൽ रहे हैं। ചേഞ്ച്, और एक आत्मिक ഒരു बदलाव, സ്പിരിച്വൽ ചേഞ്ച് एक आत्मिक बदलाव നിങ്ങളുടെ ജീവിതത്തിൽ അത് വരണം. वो आपके जीवन में होना You want to जरूरी come है। inside of your life. आपके जीवन के अंदर आना जरूरी है। ഹല്ലേലൂയ. आमीन। ഈ രണ്ട് ക്വസ്റ്റ്യങ്ങൾ എന്ന് ചോദിച്ചപ്പോ और ये दो सवाल जब प्रभु ने मुझसे पूछे, അന്ന് എന്റെ കയ്യിൽ ആൻസർ ഇല്ല, उस दिन मेरे पास उत्तर नहीं था, പക്ഷെ ഞാൻ ആൻസറിനെ കണ്ടുപിടിച്ചു. और मैंने अपने उस उत्तर को ढूंढ I लिया, find the answer. और वो मैंने उत्तर पा लिया, When I find the answer, और मैंने उस उत्तर को ढूंढा, ഞാൻ ഡിസൈഡ് ചെയ്തു मैंने निर्णय लिया, ഞാൻ സ്വർഗത്തിൽ പോകണം. मैं स्वर्ग में जाऊंगा। സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? स्वर्ग में जाने के लिए क्या करना? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? स्वर्ग में जाने के लिए क्या രണ്ട് करना? കാര്യങ്ങൾ. सिर्फ दो बातें। ഒന്ന്, पहला, യേശുവിന് വേണ്ടി ജീവിക്കണം. यीशु मसीह के लिए जीवन बिताए। രണ്ട്, दूसरा, യേശുവിന് വേണ്ടി ജോലി ചെയ്യണം. और यीशु मसीह के लिए काम करे। ഹല്ലേലൂയ. आमीन। മത്തായിയുടെ സുവിശേഷം 10 मत्ती रचित सुसमाचार 10 अध्याय 38. और उसके 38 आयत हम पढ़ेंगे। Whoever does not take up their cross and follow me, it's not worthy for me. और जो अपना क्रूस लेकर मेरे पीछे ना चले वो मेरा योग्य नहीं है। ഇങ്ങനെ ഒരു ബൈബിളിൽ വചനമുണ്ട്, बाइबल में ऐसा एक वचन നിങ്ങൾ है, വായിച്ചിട്ടുണ്ടോ? क्या आपने पढ़ा है? എന്താണ് വചനം പറയുന്നത്? ये वचन कहता है, നിങ്ങളെ കുരിശ് ചുമന്നില്ലെങ്കിൽ, जो अपना क्रूस नहीं ढोते നിങ്ങൾ हैं, കുരിശ് ചുമന്നില്ലെങ്കിൽ आप अपना क्रूस नहीं ढोते हैं, മോളോട്ട് പോകുന്ന യാത്ര പോകാൻ പറ്റൂല. और इतना आसान नहीं ऊपर जाना। ബൈബിളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. बाइबल से मैं बता रहा ഈ हूँ। ക്രൂശിനെ ചുമക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ ജീവിതം തന്നിട്ടുള്ളത്. और इस क्रूस को ढोने के लिए प्रभु ने हमें एक जीवन ഈ दिया है। കുരിശിനെ ചുമക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഭാര്യയും ഭർത്താവും ഈ കൊച്ചുങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. क्रूस को ढोने के लिए परमेश्वर ने हमें पति पत्नी बच्चे दिए हैं। ഇവിടെ തന്നെ നന്നായിട്ട് കഴിച്ചിട്ട് നന്നായിട്ട് ഡ്രസ് ഇട്ടിട്ട് നന്നായിട്ട് ഇരുന്ന് ഉറങ്ങാനും നന്നായിട്ട് കാശ് ഉണ്ടാക്കാനും അല്ല. और यहाँ पे अच्छा खाना खाकर अच्छे भोजन कर अच्छे तंगा पाकर और सोने के लिए जीवन प्रभु ने नहीं दिया है। സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം. स्वर्ग के लिए जीवन बिताने के लिए प्रभु ने एक जीवन നിങ്ങൾ दिया ഇവിടെ है। സ്വർഗത്തിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ अगर इस जगत में हम स्वर्ग के लिए नहीं जीते എങ്ങനെ हैं, നിങ്ങൾ സ്വർഗത്തിൽ പോവും? कैसे स्वर्ग जाएंगे? പ്രിപ്പയർ യുവർ ലൈഫ്. अपने जीवन को उसके लिए तैयार എന്റെ करें। യങ് ജനറേഷൻ, और ये जवान पीढ़ी हो, പ്രിപ്പയർ യുവർ ലൈഫ്. अपने जीवन को तैयार Not करें। tomorrow, कल नहीं, कल not, का दिन नहीं, not day of tomorrow, और परसों का दिन नहीं, today. आज के दिन, ഇന്ന് आज के दिन നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണം. आपके जीवन में एक बदलाव जरूरी है। എന്തെന്നറിയോ? आप जानते हैं क्यों? ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന് और ऐसे जीवन बिताते हुए സ്വർഗത്തിൽ പോയില്ലെങ്കിൽ अगर स्वर्ग में नहीं നമ്മൾ जाएंगे, നരകത്തിലോട്ടാണ് പോകുന്നത്. हम सीधे नरक में जाएंगे। അല്ലേ? आमीन। നരകം എന്ന് പറഞ്ഞാൽ എന്തോന്ന്? नरक क्या है? നമുക്ക് ഈ ചൂട് പൊട്ടിരിക്കുന്ന ഈ വെയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, और हम जानते हैं कि कड़ी धूप में हम बाहर नहीं निकल सकते, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. घर के अंदर नहीं बैठ നമ്മൾ ഈ सकते, കൂളറും എസി എന്തൊക്കെ ആണ് ചെയ്താണ് വീട്ടിലിരിക്കുന്നത്. और कूलर एसी क्या क्या लगा के घर के अंदर बैठते हैं। നമുക്ക് ഈ പൊട്ടിക്കുന്ന ഈ വെയിൽ താങ്ങാൻ പറ്റില്ലെങ്കിൽ, अगर हम इस कड़ी धूप को सह नहीं सकते, ഈ ചൂട് താങ്ങാൻ പറ്റില്ലെങ്കിൽ, और इस धूप को हम सह नहीं सकते, നരകം എന്ന് പറയുന്നത് नरक जो है കത്തിക്കുന്ന ചൂടാണ്. और जलाने वाले गर्मी है, ഡേ ആൻഡ് നൈറ്റ് ആണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. और रात दिन वहाँ पे जलते रहते हैं, അവിടെ ആഹാരമില്ല, वहाँ भोजन नहीं, കുടിക്കാൻ വെള്ളമില്ല, पीने के लिए पानी नहीं, ഉറങ്ങാൻ പറ്റൂല, सो नहीं सकते, ഇരിക്കാൻ പറ്റൂല, വർത്താനം പറയാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. कुछ भी नहीं कर सकते। അന്ന് उस दिन നിങ്ങൾ എന്ത് ചെയ്യും? आप क्या करोगे? ആരും ഹെൽപ്പിന് വരൂല, कोई भी मदद के लिए नहीं ആരും आएंगे, ഹെൽപ്പിന് വരൂല. कोई भी मदद के लिए नहीं आएंगे, ഒറ്റയ്ക്ക് ഒരു വേദന ഉള്ള ഒരു ആൾക്കാർ. और एक अकेलेपन का दर्द भरा जीवन। ഇന്ന് आज നിങ്ങളുടെ ജീവൻ आपका जीवन ദൈവത്തിന്റെ കരങ്ങളിൽ. प्रभु के हाथ में दे दे। ഹല്ലേലൂയ. आमीन। ഇതെന്റെ 8ാമത്തെ മിഷൻ ജേണിയാണ്. और ये मेरा 8वां मिशन जर्नी ആദ്യത്തെ है। മിഷൻ ജേണി पहला मिशन जर्नी സിക്കിമിലായിരുന്നു. सिक्किम था 2005 और 2005 അവിടെ में ഇരിക്കുന്ന മലയുടെ മുകളിലൊക്കെ കയറണം, वहाँ पे पहाड़ों के ऊपर सब चढ़ना നടന്നു था, നടന്നു പോകണം, पैदल पैदल सफर करना വിശക്കുന്ന था, വയറ്റോടെ, और भूखे पेट के കുടിക്കാൻ साथ, വെള്ളമില്ലാതെ, पीने के लिए
वाणी नहीं, സുവിശേഷം പറയാൻ അവിടെ പോകണം. सुसमाचार सुनाने के लिए जाना था. അവിടെ 2 കൊല്ലം ഞാൻ ദൈവത്തിന്റെ ജോലി ചെയ്തു. वहाँ 2 साल में प्रभु की सेवा എന്റെ की. ആദ്യത്തെ മിഷൻ ജേണി ആയിരുന്നു. वो मेरा पहला मिशन സെക്കൻഡ് जर्नी. മിഷൻ ജേണി दूसरा കർണാടക. कर्नाटक അവിടുത്തെ में. 16 ഡിസ്ട്രിക്ട്സ് ഞാൻ ട്രാവൽ ചെയ്തു. वहाँ के 16 जो जिलों में मैं सफर അന്ന് किया. GPS മൊബൈൽ ഒന്നും ഇല്ല. और उन दिनों में GPR मोबाइल ऐसा कुछ संविधान പല नहीं थे. സ്ഥലങ്ങളും നടന്ന് അവിടെ ഇരിക്കുന്ന ലോക്കൽ ബസ്സുകളും കയറിയാണ് ഞാൻ മിനിസ്റ്റർ ചെയ്തത്. और कई जगहों पे पैदल चलते हुए वहाँ की स्थानीय बसों में सफर करते हुए കടന്ന് मैंने सेवा ഉറങ്ങിയതെല്ലാം किया. ബസ് സ്റ്റാൻഡ് ആയിരുന്നു. और जो सोता था बस स्टैंड में. അതിന്റെ രണ്ടാമത്തെ മിഷൻ ജേണി. और दूसरा जो मिशन जर्नी. എന്റെ മൂന്നാമത്തെ മിഷൻ ജേണി और तीसरा ബംഗാളിലായിരുന്നു. और पश्चिम बंगाल. അവിടെ മലയുടെ മുകളിലാണ് മിനിസ്ട്രി ഉണ്ടായിരുന്നത്. वहाँ पे भी पहाड़ों के ऊपर मैंने सेवकाई പല की. നേരങ്ങൾ കാടുകളാണ് മിനിസ്ട്രികൾ. और कई जगहों पे जंगलों में जाना पड़ता ചില था. നേരങ്ങളൊക്കെ ഈ ആറക്കളൊക്കെ മറ്റേ ഈ റിവറൊക്കെ നമ്മൾ കടന്നാണ് അവിടെ പോകേണ്ടത്. और कुछ समय नदी पार कर कर कई जगहों पे गांव में जाना होता ബൈക്കോ था. കാറോ ഒന്നും പോവില്ല. वहाँ पे बाइक या कार वगैरह नहीं जाते थे. പകലായാലും രാത്രിയായാലും നടന്നു തന്നെ പോകാൻ പറ്റും. चाहे रात हो या दिन हो पैदल जाना पड़ते थे. അതിന്റെ മൂന്നാമത്തെ മിഷൻ वो ജേണി. मेरा तीसरा मिशन എന്റെ जर्नी. നാലാമത്തെ മിഷൻ ജേണി और चौथा मिशन जर्नी നേപ്പാളിലായിരുന്നു. नेपाल में. അതും ഒരു ഒറ്റപ്പെട്ട ഒരു വില്ലേജ് ആയിരുന്നു. वो भी अकेलापन का एक गांव. നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. और वहाँ से जंगल से घिरा അവിടെ हुआ. ഇങ്ങനെ ഇലക്ട്രിസിറ്റിയോ വെള്ളമൊന്നും ഇല്ല. वहाँ पे ना पानी है ना बिजली कुछ भी नहीं. കാലത്തൊക്കെ ഇവർ കാട്ടിൽ ഇങ്ങനെ മരം വെട്ടാൻ വേണ്ടി പോകും. और सुबह उठकर एक हाले जंगल में पेड़ काटने രാത്രി ആകുമ്പോ ഇങ്ങനെ വീട്ടിൽ വരും. और शाम को घर आता എന്റെ था. ഫ്രണ്ടിൽ ആരാണ് ഇരിക്കുന്നത് എനിക്ക് നോക്കാൻ പറ്റൂല. और मेरे सामने कौन बैठे थे അവിടെ ലൈറ്റ് ഒന്നും ഇല്ല. क्योंकि वहाँ पे कोई बिजली പക്ഷെ नहीं थी. പ്രസംഗിക്കണം, लेकिन प्रचार करना, പ്രാർത്ഥിക്കണം, प्रार्थना करना, അവർക്ക് എങ്ങനെ ഗോസ്പൽ ഷെയർ ചെയ്യണം. कैसे न कैसे उनको सुसमाचार सुनाना ആഗ്രഹം എനിക്ക് അധികം ഉണ്ടായിരുന്നു. मेरे दिल में बहुत बड़ी इच्छा थी. ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്യും. मैं बाइबल खोलता എന്റെ था. കയ്യിൽ ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. मेरे हाथ में ആ टॉर्च ടോർച്ച് ലൈറ്റ് വെച്ച് വായിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കും. उस टॉर्च जलाकर मैं बाइबल को पढ़कर मैं वचन सुनाता അതെന്റെ था. നാലാമത്തെ മിഷൻ ജേണി. वो मेरा चौथा എന്റെ मिशन. ഫിഫ്ത് മിഷൻ ജേണി. पांचवा मिशन ഒരു जर्नी. 8 സ്റ്റേറ്റ് ഞാൻ ട്രാവൽ ചെയ്തു. 8 राज्यों में मैं सफर किया. മോർ ദാൻ 10,000 കിലോമീറ്റർ. और लगभग 10,000 किलोमीटर से बढ़कर 45 മീറ്റിംഗ്സ് 45 മീറ്റിംഗ്സ് ചെയ്തു. 45 मीटिंग मैंने किए. എന്റെ അഞ്ചാമത്തെ മിഷൻ ജേണി. अब पांचवा मिशन എന്റെ जर्नी. 6th മിഷൻ ജേണി. और छठा मिशन जर्नी. കന്യാകുമാരി നിന്ന് പെഹൽഗാം കാശ്മീർ വരെ कन्याकुमारी से लेकर पहलगाम कश्मीर तक 10,500 കിലോമീറ്റർ. 10,500 किलोमीटर. 12 states 12 राज्य. and nearly 25 meeting. और लगभग 25 मीटिंग. Hallelujah. आमीन. And my 7th mission journey. और 7वां मिशन जर्नी. That's prayer walk. वो था प्रार्थना के साथ चलना. ചെന്നൈയിൽ നിന്ന് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. और मैंने चेन्नई से चलना शुरू किए. ചെന്നൈയിൽ നിന്ന് നടന്ന് ഞാൻ ആന്ധ്ര വന്നു. चेन्नई से पैदल चलकर आंध्रा में തെലങ്കാന, आए. तेलंगाना, മഹാരാഷ്ട്ര, महाराष्ट्र, മധ്യപ്രദേശ്, मध्य प्रदेश, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി. आमीन. ഹല്ലേലൂയ. आमीन. ഇത്ര സ്ഥലങ്ങളും और इतने स्थान, അത് മഴ അടിച്ചാലും ശരി, चाहे बारिश हो, വെയിലടിച്ചാലും ശരി, चाहे गर्मी हो, തണുപ്പടിച്ചാലും ശരി, चाहे सर्दी हो, എന്തൊരു ക്ലൈമറ്റ് ആയാലും जो भी मौसम क्यों ना हो, ഒന്നിനും നിന്ന് കൊടുത്തില്ല. मैं कहीं पे भी ठहरा നമ്മൾ नहीं. നടന്നു. हम चले. അത് രാത്രിയായാലും ശരി, चाहे रात അത് हो, പകലായാലും ശരി, चाहे दिन നമ്മൾ हो, നടന്നു. हम चले. വചനം പറഞ്ഞിട്ടുണ്ട്, बाइबल बताती है, യു ആർ ദ ലൈറ്റ് ഓഫ് ദ तुम വേൾഡ്. जगत की ज्योति हो. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. तुम जगत की ज्योति हो. എന്റെ കാലിന്റെ താഴെ ഇരിക്കുന്ന എല്ലാ സ്കിന്നും പൊട്ടി. और मेरे पैर के तलवे के सारे मतलब चमड़ी उखड़ गई. അവിടെ നിന്ന് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. खून बहने लग ഞാൻ गया. പ്ലാസ്റ്റർ ഇട്ടു, मैंने उसमें प्लास्टर लगाया. നടന്നു. मैं चला. എന്റെ യേശു എനിക്ക് വേണ്ടി കുരിശ് ചുമന്നതാണ്. मेरा यीशु मेरे लिए क्रूस को ढोया. അതിനെ കുറിച്ചുള്ള ഭാരം എനിക്ക് അധികം ഉണ്ടായിരുന്നു എന്റെ और ഹൃദയത്തിൽ. इसके लिए मेरे हृदय में बहुत बड़ी बोझ थी. ഹല്ലേലൂയ. आमीन. 3095 കിലോമീറ്റേഴ്സ് ആയിരുന്നു. और 3095 किलोमीटर में चला. And 177 meetings, 177. 177 हालेलुया मीटिंग्स मुझे मिले. And we reached gospel more than 1 lakh people. और सुसमाचार 1 लाख से ज्यादा लोगों को मैंने सुनाया. Hallelujah. Amen. ഇത് എന്റെ 8ാമത്തെ ജേണിയാണ്. और ये मेरा 8वां मिशन जर्नी है. സിക്കിം നിന്ന് സ്റ്റാർട്ട് ചെയ്തു. मैंने सिक्किम से शुरू किया. 2023 ജൂൺ. और 2023 जून से. ഞാനത് ഇംഗ്ലീഷിൽ സ്ഥലത്തിന്റെ പേരുകളൊക്കെ പറയാം. मैं अंग्रेजी में जगह का नाम അത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു എനിക്ക്. आप समझ गए होंगे. സിക്കിം നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ദ ഇന്ത്യ, അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സിക്കിം ടു ബംഗാൾ, ബംഗാൾ ടു ആസാം, ആസാം ടു അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ഗുവാഹട്ടി, സിലിഗുരി, കൊൽക്കത്ത, ജാർഖണ്ഡ്, ബീഹാർ, UP, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ലേ ലഡാക്ക്, സംസ്കാർ, കാർഗിൽ, കാശ്മീർ, ജമ്മു, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹരിയാന, ഡൽഹി. ഹല്ലേലൂയ. आमीन. 32,000 കിലോമീറ്റർ.
32,000 किलोमीटर, 17 states, 17 राज्य 3 union territories, और 3 केंद्र शासित राज्य, 730 meetings. 730 मीटिंग्स। എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ, मुझे हिंदी नहीं मालूम, എനിക്ക് നേപ്പാളി അറിഞ്ഞൂടാ, मुझे नेपाली नहीं मालूम, എനിക്ക് ആസാമി അറിഞ്ഞൂടാ, आसामी नहीं എനിക്ക് आती, ഈ ലോക്കൽ ഭോജ്പേരി ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് എനിക്ക് അറിഞ്ഞൂടാ. मुझे स्थानीय भाषा जैसे അറിയാനുള്ളത് भोजपुरी 3 ലാംഗ്വേജേ ഉള്ളൂ: सिर्फ मैं 3 भाषा जानता हूँ, മലയാളം, मलयालम, തമിഴ്, ഇംഗ്ലീഷ്. ഈ 3 ലാംഗ്വേജ് എനിക്ക് അറിയാം. ये 3 भाषा सिर्फ जानते പക്ഷെ हैं। ഞാൻ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചു? मैं कितने राज्यों में कितने जगहों पे प्रचार किया? 730 meetings. 730 मीटिंग में प्रचार किए, സ്ട്രീറ്റ് ഐ എം എ സ്ട്രീറ്റ് പ്രീച്ചർ. और सड़कों पे मैंने, चौराहों पे मैंने प्रचार किए, സ്ട്രീറ്റിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. चौराहों पे खड़े होकर प्रचार किए। ദേവൻ ട്രാൻസ്ലേറ്റർ എനിക്ക് കൊണ്ടുവന്നു. परमेश्वर वहाँ पे अनुवाद करने वालों को लेकर आए। ഹല്ലേലൂയ. आमीन। സ്കൂള്, കോളേജസ്, ഓർഫനേജസ്, ചർച്ച്, പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ്, ഫാസ്റ്റിംഗ് പ്രെയർ, യൂത്ത് പ്രെയർ, ചിൽഡ്രൻസ് മീറ്റിംഗ്, നൈറ്റ് പ്രെയർ, ഹൗസ് ഫെലോഷിപ്പ്, എവിടൊക്കെ എനിക്ക് ദൈവം വാതിൽ തുറന്നു അവിടെയൊക്കെ സുവിശേഷം പറഞ്ഞു. और जहाँ कहीं पे भी प्रभु ने रास्ता खोल के दिया, वहाँ सब मैंने सुसमाचार सुनाए। ഹല്ലേലൂയ. ആമേൻ. ലാംഗ്വേജ് എല്ലാം ഒരു പ്രോബ്ലം അല്ല. हमारी जो भाषा है वो कोई समस्या नहीं है। ഹോളി സ്പിരിറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. हमारे जीवन में जरूरत है पवित्र आत्मा की। ഹോളി സ്പിരിറ്റ് അകത്തുണ്ടെങ്കിൽ अगर हमारे अंदर पवित्र നിങ്ങൾ आत्मा എവിടെ है, വാ തുറന്നാലും जहाँ पे भी आप मुंह खोले, യേശു നിങ്ങളോട് പ്രസംഗിക്കും. यीशु मसीह आपके द्वारा बातचीत करेंगे। ഹല്ലേലൂയ. आमीन। എന്റെ യൂത്ത് ജനറേഷനെ, और जवान पीढ़ियों ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഓടണം. प्रभु के लिए दौड़े। ഈ വയസ്സിൽ ഓടാതെ ഏത് വയസ്സിലാണ് നിങ്ങൾ ഓടാൻ പോണത്? अगर इस उम्र में नहीं तो किस उम्र में आप प्रभु എന്റെ के लिए യേശു दौड़ेंगे? ക്രൂശ് ചുമന്നപ്പം വയസ്സ് എത്രയാണെന്ന് അറിയോ? हमारा यीशु मसीह जब क्रूस को ढोए, उसकी Just उम्र कितनी थी? 33 and a half. 33.5 साल। Just 33 and a half. 33.5 साल। He's a young man. बहुत जवान He's a थे। young man. वो जवान थे। In the young life he done everything. वो अपने जवानी में सब कुछ किए। Hallelujah. आमीन। എന്റെ പ്രിയപ്പെട്ട സ്നേഹികളെ, मेरे प्रिय मित्रों, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, मेरे प्रिय मित्रों, ഇത്ര സ്ഥലങ്ങളിലും और इतने जगहों पे, എന്നെ ശക്തിപ്പെടുത്തിയത് ആരാണ്? और मुझे बल किसने Who's दिए? make me strong? किसने मुझे सामर्थ्य दी? Jesus. यीशु नासरी ने। ഒരു കഥ മാത്രം പറയാണ്. और एक कहानी बताना चाहता हूँ। ഞാന് ആസാമില് ഹഫ്ലാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് സിൽച്ചാർ വരെയാണ്. और हादसा में हफलॉन्ग से लेकर सुचान तक जब आ रहा था, എന്റെ സൈക്കിളില് और साइकिल में, വെളുപ്പകാലത്ത് 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. और सुबह 4 बजे निकले। മഴ എന്ന് പറഞ്ഞ അത്ര മഴയായിരുന്നു. बहुत ही तेज बारिश, റോഡൊക്കെ ഇങ്ങനെ പൊട്ടിയ റോഡുകള്, वहाँ पे सड़कें बिल्कुल टूटी हुई ചില है, സ്ഥലങ്ങളൊക്കെ ചെളിയുടെ ബഹളമായിരുന്നു. और कुछ जगहों पे बिल्कुल कीचड़ थे, പക്ഷെ അതൊക്കെ മറ്റേ ഈ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഒരുപാട് സ്ഥലങ്ങള്. और कई जगहों पे जंगल है, वहाँ കുടിക്കാൻ വെള്ളമില്ല, पीने के लिए पानी नहीं, കഴിക്കാൻ ഒന്നുമില്ല. खाने के लिए कुछ नहीं, കാട്ടിൽ ആരാണ് ഇരിക്കും? और जंगल में कौन बैठे? ഒരുത്തരില്ല അവിടെ. वहाँ पे कोई പക്ഷെ नहीं। അതുവഴിയൊക്കെ ഞാൻ ട്രാവൽ ചെയ്ത് വന്നു. और उस सबके बीच से सफर हो गया आया, കുറേ ഉച്ചയായി, और एक दिन दोपहर हो മഴ गई, ഉണ്ടായിരുന്നു. बारिश हो रही थी। കാലത്ത് വെളുപ്പംകാലത്ത് 4 മണിക്ക് തുടങ്ങിയ ട്രാവലാണ്. आज सुबह 4 बजे मैंने എന്റെ सफर ഡ്രസ് शुरू- മൊത്തം നനഞ്ഞു. और मैंने कपड़े को ഇപ്പൊ पूरे ഉച്ചയ്ക്കായി. दोपहर हो ഞാൻ गया, ഒരു ചെറിയൊരു കട കണ്ടു. मैंने एक छोटे सी दुकान എന്റെ देखा, സ്ഥിതി അവിടെ ഇരുന്ന ആ സഹോദരി കണ്ടു. और मेरे हालात वहाँ पे बैठी हुई एक बहन ने देखे। എനിക്ക് അറിയുന്ന ഹിന്ദിയും ഇംഗ്ലീഷും കൊണ്ട് മിക്സ് ചെയ്ത് അവിടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. मुझे जो अंग्रेजी और हिंदी आते थे, जो सब मिला जुला के उनसे बात किए। പക്ഷെ അവർ ട്രൈബൽ പീപ്പിൾ ആയിരുന്നു. और वहाँ के स्थानीय आदिवासी അവർക്കുന്ന ഒരു थे, ലാംഗ്വേജ് ഉണ്ടായിരുന്നു. उनकी अपनी एक भाषा थी, അവരെന്തോന്നോ ഈ മാരി ട്രൈബ്, അതിന്റെ പേരെന്തോന്ന് മാരി ട്രൈബ് ആണ് അവർ പറഞ്ഞത്. और मारी ट्राइब है, അവർക്കുന്ന ഒരു പ്രത്യേക ഒരു ലാംഗ്വേജ് ഉണ്ട്. उनकी अपनी भाषा है, പക്ഷെ അവർക്ക് കുറച്ച് ഹിന്ദി അറിയാനുണ്ടായിരുന്നു. और उसमें से थोड़ी हिंदी ഞാൻ जानते थे। ആരാണ്, मैं कौन हूँ, എന്തിനു വേണ്ടിയാണ്, किस लिए, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് मैं क्यों ऐसे എല്ലാം ट्राइब, പറഞ്ഞു. सब कुछ मैंने बताया। പറഞ്ഞപ്പം तब ആ സ്ത്രീ എന്ത് ചെയ്തെന്നറിയോ? उस बहन ने क्या എന്റെ किया? ഡ്രസ്സൊക്കെ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരുന്നതാണ്. मेरे कपड़े पूरे गीले थे, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നില്ല, मैं एक जगह बैठा ഇങ്ങനെ नहीं, നിന്നുകൊണ്ടേ ഇരുന്നു. मैं ऐसे खड़ा था, അവരെന്റെ സ്ഥിതി നോക്കി. मेरे हालात देखे, അവിടെ അടുപ്പ് എരിഞ്ഞുകൊണ്ടിരുന്നത്. वहाँ पे चूल्हे चल रहे അവിടെ थे, എന്റെ അടുത്ത് കുറെ നേരം ഇരിക്കാൻ പറഞ്ഞു. वहाँ कुछ देर बैठने के लिए അതിന്റെ बोले। ഇടയ്ക്ക് തന്നെ ഈ ഒരു ചായ ഉണ്ടാക്കി തന്നു. और इस बीच में एक चाय मुझे पिलाई, അവർക്ക് ഞാൻ കാശ് കൊടുക്കാൻ വിചാരിച്ചു. मैंने सोचा पैसा दूंगी, ചായയുടെ കാശ്. चाय का पैसा, അവർ പറഞ്ഞു വേണ്ട, उसने बोली എനിക്ക് नहीं, പ്രാർത്ഥിച്ചാ മതി. मेरे लिए प्रार्थना करें। ഹല്ലേലൂയ. आमीन। അവരെ വേണ്ടി പ്രാർത്ഥിച്ചു. उनके लिए प्रार्थना की, തിരിച്ചും ട്രാവൽ ചെയ്യാണ്. फिर मैं शुरू किया, പക്ഷെ ഇവിടെ കിടന്ന് ഉറങ്ങും. कहाँ सोऊंगा, ആരാഹാരം തരും कौन भोजन ഒന്നും देगी, അറിഞ്ഞൂടാ. कुछ नहीं पता। അവിടെ മുകളിലെ ആളോ ദൈവത്തിന് മാത്രമേ അറിയാം. और ऊपर में जो प्रभु है वो जानते सब ഈ कुछ। മത്തയുടെ സുവിശേഷം 10 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ मत्ती ने जो सुसमाचार 10 अगर आप पढ़ोगे, എന്താണ് പറഞ്ഞിട്ടുള്ളത്? वहाँ पे क्या बताया गया है? ദൈവം തന്റെ ഡിസൈബിൾസിനെ വിളിച്ചു. प्रभु यीशु मसीह अपने चेलों को जब എന്താണ് बुलाया, പറഞ്ഞത്? क्या बोले? ഓയ്
आप जाओ, ദൈവത്തിന്റെ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുക. तो परमेश्वर के स्वर्ग के राज्य के बारे में प्रचार करो. ഒന്നും കൊണ്ടുപോകണ്ട. अपने साथ कुछ मत പോകുന്ന ले जाना. വഴിക്ക് और सफर में എന്തെന്ത് ആവശ്യമോ നമുക്ക് तुम्हें जो जरूरत ഞാൻ है നിങ്ങൾക്ക് തരും. मैं तुम्हें दूंगा. ഏത് വില്ലേജ് ഓപ്പൺ ആവോ, जो गांव आपके लिए ഏത് खुलेंगे, വീട് തുറന്നിരിക്കോ, जो घर तुम्हारे लिए खुला അവിടെ होगा, സ്റ്റേ ചെയ്ത് वहां रहकर മിനിസ്റ്റർ ചെയ്തോ. सेवा करो. അതാണ് എന്റെ ജീവിതം. वही है मेरा जीवन. ഹല്ലേലൂയ. आमीन. അതാണ് ഞാൻ പറഞ്ഞത്. इसलिए मैंने बोला, ഒവ്വൊരു വചനങ്ങളും ജീവിക്കുന്ന വചനമാണ്. और इस बाइबल का एक एक वचन जीवित वचन है. ഞാനിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं भी सफर कर रहा हूँ. വൈകുന്നേരമായി. शाम हो गया. കാലത്ത് വെളുപ്പാൻ നല്ല തുടങ്ങിയാണ്. आज सुबह सफर किया ഉച്ചയ്ക്ക് ഒരു ചപ്പ് ചായ കുടിച്ചു. और दोपहर को एक कप चाय पिया. അതിനുശേഷം ഒന്നും കഴിച്ചില്ല. उसके बाद मैंने कुछ नहीं खाया. വൈകുന്നേരമായി. रात हुआ, ഇനിയിപ്പോ ഇരുട്ടാൻ പോകുന്നു. अब तो अंधेरा होने അവിടെ वाला है. കിടന്ന് ഉറങ്ങും. कहाँ सोऊंगा? മഴയൊക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ചെളിയും അളുക്കുമായിട്ട് നിൽക്കുകയാണ്. बारिश के कारण साले शरीर में कपड़ा पूरा कीचड़ और गीला है. ഞാൻ കുറേ ദൂരത്ത് और मैंने दूर में ഒരു देखा ചെറിയൊരു കട കണ്ടു. एक छोटा सा दुकान देखा. ആ കടയുടെ അടുത്ത് പോയപ്പം जब मैं उस दुकान के पास गया അകത്തുനിന്ന് ഒരു മനുഷ്യൻ ബ്രദർ എന്ന് കയ്യിനെ വിളിച്ചോണ്ട് ഞാൻ പുറത്തു വന്നു. और वहाँ अंदर से एक भाई, हे भाई कर कर पुकार कर बाहर आए. എനിക്ക് ആ ബ്രദറിനെ അറിയാറുണ്ടായിരുന്നു. मैं उस भाई को जानता പക്ഷെ ആ പുള്ളി ആ സ്ഥലത്തുള്ള പുള്ളിയല്ല. वो भाई उस जगह का नहीं है. ഈ ഹഫ്ലാങ്ങിലുള്ളവളാണ്. वो हफलौंग करके जगह के थे. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, मैंने उनसे पूछा, നിങ്ങളുടെ വീട് ഇവിടെ അല്ല, आपका घर यहाँ നിങ്ങളുടെ नहीं, സ്ഥലം ഇവിടെ അല്ല, आपका गांव ये नहीं, നിങ്ങളുടെ ഹഫ്ലാങ്ങിലുള്ളവരാണ്, आप तो हफलौंग के ഇവിടെ हैं. എന്തിനു വേണ്ടിയാണ് വന്നത്? आप यहाँ पे അപ്പൊ क्यों അവര് हैं? പറഞ്ഞ്, उसने ഞാൻ बोला, ഒരു സ്ഥലത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ जब मैं एक जगह जा रहा നമ്മുടെ था, വണ്ടിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. मेरी गाड़ी थोड़ी खराब സോ हो വണ്ടി गई ഇരുന്നവർ അവിടെ ഇവിടെയായിട്ടൊക്കെ പോയി. और गाड़ी में जो लोग थे वो लोग इधर उधर चले പക്ഷെ गए. ഞാൻ ഇവിടെ ഈ കട കണ്ടു. ഈ കടയിൽ ഞാൻ വന്നു. और इस दुकान को मैं देखा तो यहाँ पे आ ഞാൻ गया. ഈ കടയിൽ ഇരിക്കുന്ന നേരത്ത് और मैं उस जब दुकान में बैठा നിങ്ങളെ ഞാൻ കണ്ടു. मैंने आपको देखा. ഹല്ലേലൂയ. हमें വെളുപ്പം കാലത്ത് ഇതുവരെ എന്റെ കൂടെ ആരുമില്ല. और सुबह 4 बजे से अब तक मेरे साथ कोई नहीं. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ ദൈവം എനിക്ക് ഒരാൾ തന്നു. और शाम को प्रभु ने एक व्यक्ति वहाँ അപ്പൊ देखा. അയാളോട് ചോദിച്ചു, मैंने उनसे पूछा, എന്റെ ഡ്രസ്സൊക്കെ കണ്ട, मेरे कपड़े देखे എന്റെ आप? സിറ്റുവേഷൻ നിങ്ങൾ കണ്ട, मेरे परिस्थिति आपने എനിക്ക് देखी? കടന്നു ഉറങ്ങാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടോ? मुझे सोने के लिए एक जगह मिलेगी? അപ്പൊ പുള്ളി പറഞ്ഞതാണ്, उसने बोला, ഞാൻ ഇവിടെ ന്യൂ ആണ്, मैं भी यहाँ नया हूँ, എനിക്കിവിടെ ആരെ അറിഞ്ഞൂടാ. मैं भी किसी को नहीं പക്ഷെ जानता. പുള്ളി ഒരു വാക്ക് പറഞ്ഞു, उसने बोला, നമുക്ക് നോക്കാം. हम देखेंगे. ഹല്ലേലൂയ. आमीन. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ട് उसने मुझसे बोलकर, ഈ പുള്ളി അവിടെ മിണ്ടാൻ നിന്നില്ല. वो चुप नहीं रहा, ഈ പുള്ളി അവിടെ നിന്ന് ഉറക്കെ പറയാണ്. जोर से बोल रहा है. അവിടെ കുറച്ച് ലോറി ഡ്രൈവേഴ്സും കുറെ വീടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. और हेवी लोरी ड्राइवर्स वगैरह वहाँ पे थे. പുള്ളി എന്ത് പറഞ്ഞെന്ന് അറിയോ? उसने क्या बोला? എന്റെ അടുത്ത് നിൽക്കുന്ന ആരെന്നറിയോ? मेरे पास जो खड़े आप जानते ഇതൊരു हैं, മിഷണറിയാണ്. मिशनरी है. ഇന്ത്യ മൊത്തം ഈ സൈക്കിൾ ട്രാവൽ ചെയ്യാണ്. पूरे भारत में साइकिल से घूम रहे हैं. എല്ലാവർക്കും പ്രാർത്ഥിക്കുകയാണെന്ന് सब लोग के लिए प्रार्थना करते ഈ हैं. പുള്ളി പറഞ്ഞപ്പം जब ये बोले, അവിടെ ഇരുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ വന്നു. सब लोग वहाँ पे जितने भी थे प्रार्थना करने के लिए आए. എല്ലാത്തിനും പ്രാർത്ഥിച്ചു. सबके लिए प्रार्थना की. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബലമില്ല. ഒരു ചേച്ചി നമുക്ക് ഒരു കട ഓപ്പൺ ചെയ്ത് തന്നു. और जब प्रार्थना करके बल पाया तो एक वहाँ पे एक बहन अपना दुकान, അതൊരു ചായ കടയായിരുന്നു. वो भी एक चाय की ഞാൻ दुकान, അവിടെ പോയി. वहाँ गया. ചേച്ചി നല്ലൊരു കേക്കും ഒരു ചായ എനിക്ക് തന്നു. एक केक और चाय दी मुझे. തിരിച്ച് അവരുടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചു. सबके लिए प्रार्थना की. പുറത്ത് വന്നപ്പം जब बाहर आए ഒരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു അപ്പൂപ്പനെ കണ്ടു. और एक बुजुर्ग बाबा जी मिले. പുള്ളി ഞാൻ ആരെന്നുള്ളത് പുള്ളി അറിഞ്ഞു. और वो जान गए कि मैं कौन हूँ. പുള്ളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. उनके लिए भी प्रार्थना की. പുള്ളിയുടെ കൈയൊക്കെ ഇങ്ങനെ ആടി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. और उनका हाथ पूरा कपकपी से कांपते തന്റെ थे. കൈ പാക്കറ്റിട്ട് ഒരു 100 രൂപ എടുത്തു. और उन्होंने अपने पॉकेट से 100 रुपया निकाले. എന്റെ കൈ ഇതെന്ന് പറഞ്ഞ് मेरे हाथ में നിനക്ക് देखो, ചായ കുടിക്കാൻ ഇത് യൂസ് ആവുമെന്ന് പറഞ്ഞു. और तुम चाय पीने के लिए मदद आएगी. ഹല്ലേലൂയ. आमीन. How God is giving them for me. और किस प्रकार परमेश्वर मेरे को दिए I not देते asked to हैं. any people. मैंने किसी से कुछ नहीं मांगा. He knows me. वो मुझे जानते हैं. അതല്ല मेरा ബൈബിൾ प्रभु. പറഞ്ഞിട്ടുള്ളത്. इसलिए बाइबल നീ बताती പോ, है, तुम जाओ, നിനക്ക് ആവശ്യമുള്ള ഞാൻ തരും. तुम्हें जो जरूरत है प्रभु ഹല്ലേലൂയ. देंगे. आमीन. അത് കഴിഞ്ഞു उसके बाद ഞങ്ങൾ ഇന്ത്യ ഒരു വില്ലേജിൽ പോയി. उसके बाद एक और गांव में गए. അവിടെ കുറെ ആൾക്കാരൊക്കെ കൂടി നിന്നു. वहाँ पे बहुत सारे भीड़. അതൊരു ചായ കടയായിരുന്നു. वो भी एक चाय की അവിടെ दुकान. നിന്നൊക്കെ ചായ കുടിച്ചു. वहाँ से भी चाय पी. എന്റെ കൂടെ വന്ന പുള്ളി വായ ക്ലോസ് ചെയ്ത് മിണ്ടാതിരുന്നില്ല. और मेरे साथ थे, वो चुप नहीं रहा. അയാൾ തിരിച്ച് അവിടെ നിന്ന് ഉറക്ക പറയുന്നു. वहाँ पे भी चिल्लाने लगा. ഇതൊരു മിഷണറിയാണ്. एक मिशनरी है. ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യാണ്. पूरे भारत में എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞപ്പോ सबके लिए प्रार्थना करते ചായ हैं. കുടിച്ചിട്ടൊന്നല്ല പ്രാർത്ഥിക്കാൻ വന്നു. सारे चाय जो पी रहे थे सब प्रार्थना ഇപ്പൊ करते അവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. हैं. सबके लिए मैंने प्रार्थना അതിൽ ഒരു की. ചേച്ചി എന്നോട് ചോദിച്ചു, वहाँ पे भी एक बहन ने നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? हम क्या करें? ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം. मुझे सोने के लिए एक जगह चाहिए. പിറ്റേ ദിവസം കാലിൽ വഴുപ്പാൻ ഞാൻ അവിടെ നിന്ന് പോകും. और मैं कल सुबह जाऊंगा. ഒരു സ്ഥലം മാത്രം മതി എനിക്ക്. मुझे सिर्फ അത് सिर्फ എവിടെയാണ് കുഴപ്പമില്ല.
कहीं पे भी എനിക്ക് क्यों- കിടന്നുറങ്ങുന്ന സ്ഥലം വേണം. मुझे सोने के ഈ लिए ഡ്രസ്സൊക്കെ മൊത്തം ഈറാണ്. मेरा कपड़ा पूरा गीला ഇത് है കുറച്ച് ഉണക്കം ഉണ്ടായിരുന്നു. और इसको सुखाना है। ആ സ്ത്രീ പറഞ്ഞു എൻ്റെ അടുത്ത്, वो बहन ने कही നിങ്ങൾ അങ്ങോട്ട് പോയി उधर जाओ, അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീട് കിട്ടുമെന്ന് പറഞ്ഞു. वहाँ पे कहीं ना कहीं നമ്മൾ घर- പോയി. हम गए, ഒരു മലയായിരുന്നു, वो भी एक അത് पहाड़, കയറി അങ്ങ് പോയി. और वहाँ पहाड़ ഒരു पे- വീടിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തു, और തട്ടി एक घर पे खटखटाया, ഓപ്പൺ ചെയ്തു. खोले, ഒരു സഹോദരി വന്നു, एक बहन आई, എന്ത് വേണം ചോദിച്ചു. क्या है, നമ്മൾ എല്ലാ കഥയും പറഞ്ഞു. सारी कहानी सुनाई। അവർ പറഞ്ഞു വീട്ടിൽ വരാൻ പറഞ്ഞു. उन्होंने बोला आ जाओ, പക്ഷെ എന്റെ കാലൊക്കെ ചെളിയാണ്. पैर पूरा कीचड़ അവരോട് है। ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചു. मैंने पानी मांगे, അവരില്ലാന്ന് പറഞ്ഞു. नहीं बोले, തിരിച്ചു വെള്ളം ചോദിച്ചു, फिर पानी मांगे, ഇല്ലാന്ന് പറഞ്ഞു. नहीं बोले, തിരിച്ചു വെള്ളം ചോദിച്ചു, फिर बोले അവര് പറഞ്ഞതാണ് അവിടെ ടാങ്ക് കാണും, അവിടെ കുറച്ച് വെള്ളം കാണും പറഞ്ഞു. वहाँ एक टैंक होगा, वहाँ थोड़ा पानी होगा। ഞാൻ ടാങ്കിനെ ചെന്ന് നോക്കിയപ്പം टैंक में देखा അവിടെ കുറെ ഫ്രാഗുകളൊക്കെ ഇങ്ങനെ ചെത്ത് ഇങ്ങനെ അടക്കുകയാണ്. कुछ मेढक सब मरे पड़े हुए हैं, കുറച്ച് ഈ കാക്രോസ് ഒക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. और कॉकरोच वगैरह वहाँ पे पड़े ഭയങ്കര हुए हैं। സ്മെല്ലായിരുന്നു. बहुत बदबू आ रही ഞാൻ है। ചോദിച്ചു ഒരു കപ്പെങ്കിലും എനിക്ക് തരി. मैंने बोले एक कप तो दे दे, അതും ഇല്ല എന്ന് പറഞ്ഞു. वो भी नहीं है। പിന്നെ എന്റെ കൈ ഇട്ട് ഞാൻ ആ വെള്ളം കോരി और हाथ से पानी എന്റെ उठाया, കാലൊക്കെ ഞാൻ വാഷ് ചെയ്തു. मेरे पाँव धोए, പിന്നെ ആ വീട്ടിൽ പോയി उस घर में അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. उनके लिए प्रार्थना की, പക്ഷെ ഉറങ്ങാൻ സ്ഥലം തന്നില്ല. सोने के लिए जगह नहीं थी। തിരിച്ച് അവിടെ നിന്ന് വന്നു. मैंने वापस वहाँ से തിരിച്ച് ആ आया, പഴയ കടയ്ക്ക് വന്നു. और उसी दुकान में ആ आया। പഴയ കടയ്ക്ക് വന്നപ്പോൾ എന്തെന്ന് ചോദിച്ചു. मैंने उससे पूछा क्या हुआ, കടക്കാൻ സ്ഥലം കിട്ടിയില്ലെന്ന് പറഞ്ഞു. मैंने बोला जगह नहीं അവർ मिलेगी, പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, कुछ चिंता मत करो, ഇന്നൊരു റോഡുണ്ട്, एक और रोड ആ है, റോഡ് വഴി പോയിക്കോന്ന് പറഞ്ഞു. उस रोड में चला ആ जाओ, റോഡ് വഴി പോയി. उस रोड में भी പക്ഷെ गया। റോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കയറ്റമാണ്. और वहाँ की जो सड़क है ऐसे ऊपर चढ़ाई ഞാൻ है, ഇങ്ങനെ സൈക്കിൾ ഉരുട്ടി എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ പൊങ്ങും. और साइकिल अगर ऐसे खेल के जाता तो उसके आगे की पहिया उठ जाती है, ബാക്കിൽ നിന്ന് ആരെങ്കിലും പുഷ് ചെയ്യണം, और पीछे से कोई धक्का എന്നാലും देगा എന്റെ സൈക്കിൾ മുകളിൽ കയറും. तभी मेरे साइकिल ऊपर ഇപ്പൊ जाएंगे। എന്റെ കൂടെ ഒരാളുണ്ട്, अभी मेरे संग है, പുള്ളി ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാണ്. और वो पीछे से सपोर्ट ഞാൻ ആ करता മേലെ है, എങ്ങനെ കയറ്റം കയറി. और मैं जैसे तैसे चढ़ाई की। അവിടെ വന്നപ്പം जब वहाँ ഒരു സ്കൂളിൽ വന്ന ഒരു ചെറിയ കൊച്ചെന്നെ ക്രോസ് ചെയ്തു. और स्कूल में जाने वाले बच्चे मुझे क्रॉस किए, അവരുടെ അടുത്ത് ചോദിച്ചു उससे നിനക്ക് पूछे ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ. इंग्लिश बात करने ആ आता, കൊച്ചു പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. मैं बात करती हूँ। ഞാൻ ചോദിച്ചു मैंने पूछी, എനിക്ക് കിടന്നു ഉറങ്ങാൻ ഒരു സ്ഥലം വേണം. मैंने उससे पूछे कि मुझे सोने के लिए एक जगह चाहिए। ആ കൊച്ചു എന്തൊരു ചിന്തിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. और बच्ची ने क्या सोची मुझे പെട്ടെന്ന് ഇങ്ങനെ ഒരു കൈ കാണിച്ചു. उसने अपनी उंगली दिखाई, ഒരു വീടായിരുന്നു. वो एक घर था। ഞാൻ അപ്പൊ എന്റെ കൂടെ വന്ന പുള്ളിയെടുത്ത് പറഞ്ഞു मैं मेरे साथ जो भाई ആ आए വീട്ടിൽ थे, ചെന്ന് ചോദിക്കാൻ. उस घर में जाके ഈ पूछो, പുള്ളി അവിടെ പോയി. ये भाई वहाँ ഒരു गए, 10-20 മിനിറ്റ്സ് ആയി, और 10-20 मिनट ഈ हो गया, പുള്ളി വരുന്നില്ല. ये भाई नहीं ഞാൻ आया। വിചാരിച്ചു എന്ത് പറ്റിയോ എന്ന്. मैंने सोचा क्या हुआ, കുറച്ചു നേരം കഴിഞ്ഞപ്പം थोड़ी देर के ഒരു അപ്പൂപ്പനും ഒരു അമ്മച്ചിയും ഈ ബ്രദറുമായിട്ട് കൂടെ പുറത്തു വന്നു. और एक दादा दादी और ये भाई साहब അവർ बाहर പറഞ്ഞു आए, എന്റെ വീട്ടിൽ വരിക, मेरे घर में आ जाओ, ഇവിടെ സ്റ്റേ ചെയ്യുക. यहाँ ठहरो। വളരെ സന്തോഷം. बहुत खुशी हुई, പക്ഷെ അവർ എനിക്കൊരു റൂം തന്നു. कमरा दिए, മുടിഞ്ഞ കൊതുവായിരുന്നു. और दुनिया भर का मच्छर उसके അവിടെ अंदर। ഈ പൊട്ടിപ്പോയ ചേറും കിളിഞ്ഞു പോയ ഡ്രസ്സുകളൊക്കെ ഇട്ടുന്ന ഒരു വേസ്റ്റേജ് റൂമായിരുന്നു അത്. और उनका कबाड़ी रखने वाला एक कमरा था, അതിന്റെ അടുത്ത് उसके पास ഈ മറ്റേ ഈ പിഗിന്റെ ഒരു വലിയൊരു കൂടുണ്ടായിരുന്നു. और वहाँ में सूअरों को पालने वाला एक बहुत बड़ा जगह थी। എന്തൊരു നല്ല സെന്റ് എന്നറിയോ അവിടെ നിന്ന് വരുന്നത്. और कितने अच्छे बदबू वहाँ से आ रहे थे, ഇങ്ങനെ മണത്തിക്കൊണ്ടേയിരിക്കുക. और ऐसे बदबू आ रही थी। ഞാൻ വിചാരിച്ചു मैंने सोचा ദൈവം നീ എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം തന്നു. आप बैठने के लिए जगह പക്ഷെ दी, ഈ കൊതുവും ഈ സ്മെല്ലിന്റെ ഇടത്ത് ഞാൻ എങ്ങനെ ഉറങ്ങും. मैं ये मच्छर और सूअर के बीच में कैसे सोऊंगा। ഞാൻ അവിടെ ഒരു പൊട്ടിയ ചേറുണ്ടായിരുന്നു. वहाँ पे एक टूटी ആ कुर्सी പൊട്ടിയ थी, ചേർ ഞാൻ ഇങ്ങനെ ഇരുന്ന് കയറി. और उस टूटी कुर्सी में बैठ गया। ഈ അപ്പൂപ്പന്റെ മോൻ ആ നേരത്തെ വന്നു. और उस समय इस दादाजी का बेटा वहाँ आया, അവന് ഏഴ മോനാണ്. और सबसे छोटे वाला അവൻ വന്നു. वो आया, അവന് കുറെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം. थोड़ा बहुत अंग्रेजी जानता അപ്പൊ है। അവൻ എന്റെ അടുത്ത് ചോദിക്കുകയും ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. वो मुझसे कई सवाल किए, मैं उसको जवाब देते गया, എന്റെ കയ്യിൽ ഞാൻ എവിടെ പോയാലും മെസ്സേജ് ഒക്കെ റെക്കോർഡ് ചെയ്യും. और जहाँ कहीं जाता मैसेज रिकॉर्ड അപ്പൊ എന്റെ മൊബൈലിലുള്ള ഒരു മെസ്സേജ് പുള്ളിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. मैंने एक मैसेज ऐसे दिखाया, പുള്ളി ഈ മെസ്സേജ് കണ്ടു. उसने देखा, കണ്ടുകൊണ്ട് നമ്മൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരാൻ തുടങ്ങി. उसकी आंखों से आंसू आए, പെട്ടെന്ന് തന്നെ പുള്ളി ഇങ്ങനെ നീൽ ഡൗൺ ആയി. और वो वहाँ पे എന്റെ കാലിനെ ഇങ്ങനെ പിടിക്കാൻ സ്റ്റാർട്ട് मेरे ചെയ്തു. पाँव को पकड़ने ഞാൻ लगा। പറഞ്ഞു എന്തിനാണ് എന്റെ കാല് പിടിക്കണേ. मैं पूछा किस लिए, പുള്ളി പറഞ്ഞു उसने बोला യു ആർ എ പാസ്റ്റർ, आप एक पास्टर pray हो, for me, मेरे प्रार्थना I am a करो, sinful मैं man, एक पापी मनुष्य I हूँ, want to deliver. मेरे को जीवन में പുള്ളി छुटकारा चाहिए। കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. वो रोते हुए बोला, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. रोते हुए बोला, ഞാൻ എന്റെ ഹാൻഡ്സിനെ പുള്ളിയുടെ തലയിൽ മുകളിൽ വെച്ചു. मैं अपने हाथ को उसके सर पे रखा, കുറെ നേരം പ്രാർത്ഥിച്ചു. कुछ देर प्रार्थना की, പ്രാർത്ഥന കഴിഞ്ഞു. प्रार्थना खत्म ഈ हो गई, മനുഷ്യന്റെ ഫേസ് മൊത്തത്തിൽ ചേഞ്ച് ആയി. और उसका चेहरा पूरा बदल പുള്ളി गया। മാർക്കറ്റിൽ പോയി वो बाजार गया, കുറെ വെജിറ്റബിൾസും കുറെ ചിക്കനും അരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. और उसने सब्जी चिकन और चावल सब खरीद के लाया।
പുള്ളി തന്നെ കുക്ക് ചെയ്തു. खुद खाना बनाया. എല്ലാം കുക്ക് ചെയ്ത ശേഷം सारा खाना बनाने के बाद പുള്ളിയുടെ ചേട്ടനെ വിളിച്ചു. वो अपने बड़े भाई को बुलाया. ഇപ്പൊ എല്ലാം മൊത്തം ഫാമിലി അവിടെയാണ്. और पूरा उनका परिवार वहाँ പുള്ളി പറഞ്ഞു നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാം. अब हम और प्रार्थना करें. ഭക്ഷണം കഴിഞ്ഞു, खाना खाएं. ഇപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുകയാണ്. सब लोग प्रार्थना അവിടെ करें. ഭക്ഷണത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. वहाँ पे भोजन की खासियत है. എന്തെന്നറിയോ? क्या है? നിങ്ങൾ അറിഞ്ഞിരിക്കണം. आप जाने അവിടെ ആ അമ്മുമ്മ वो दादी माँ അവരുടെ കയ്യിൽ തന്നെ ഈ ചോറ്റിന്റെ ഈ ചോറിന്റെ ഈ പാത്രം കയ്യിരിക്കും. और जो चावल का जो डोलचा उनके हाथ में होता है. അവർ ഈ സ്പൂണൊക്കെ യൂസ് ചെയ്യില്ല. वो स्पून नहीं यूज करते हैं. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കൈ കൊണ്ടായിരിക്കും എടുക്കുന്നത് ആഹാരം. और जिस हाथ से खाना खाते हैं उस चीज से वो परोसती है. നമ്മൾ ചോറ് ചോദിച്ചാൽ അതിന് എങ്ങനെ തന്നെ എടുക്കും. और जो झूठा हाथ है उसी से निकालते हैं. നമ്മൾ മിനിസ്ട്രിക്ക് പോയതാണ്. हम सेवा के लिए അവിടെ गए. ഹൈജീനൊക്കെ നോക്കാൻ പറ്റൂല. वहाँ पे हाइजीन वगैरह का हम ध्यान नहीं दे पाते. ഹല്ലേലൂയ. हमें കഴിച്ചു, खाएं വേറെ വഴിയില്ല. और कोई रास्ता नहीं. ദൈവത്തിന് നന്ദി. प्रभु को धन्यवाद. ഹല്ലേലൂയ. हमें എവിടെ മിനിസ്ട്രിക്ക് പോയാലും जहाँ पे भी सेवा की ആര് जाए, എന്തിനു തന്നാലും कुछ भी हमें खाने के लिए दे. praise and have that one. धन्यवाद के साथ उसको स्वीकार करें. ഹല്ലേലൂയ. आमेन. എന്റെ സുഹൃത്തുക്കളെ, मेरे मित्रों, എന്റെ കയ്യിരിക്കുന്ന വാച്ച് मेरे हाथ में जो ഇതൊരു പുതിയ വാച്ചൊന്നല്ല. नया घड़ी नहीं, ഇതൊരു പഴയ വാച്ചാണ്. पुरानी घड़ी ഇതെന്റെ है. കയ്യിൽ എങ്ങനെ വന്നെന്ന് അറിയോ? आप जानते ഞാൻ कैसे? ഹിമാചലിൽ ഇരുന്നപ്പം जब मैं हिमाचल में ഞാൻ था, ഹിമാചലിൽ ഇരുന്നപ്പം जब मैं हिमाचल में था എന്റെ വാച്ച് ഒരു പാസ്റ്റ് വേണമെന്ന് പറഞ്ഞെടുത്തു. और मेरा घड़ी एक पास्टर को चाहिए बोल ഇപ്പൊ എന്റെ കയ്യിൽ വാച്ചില്ല. उस समय मेरे हाथ में ഞാനിപ്പോ റെക്കംപിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, रकम्प्यू करके एक जगह അവിടെ है. സ്നോഫാളിന്റെ മുടിഞ്ഞ സ്നോഫാളാണ്. वहाँ पे इतनी ज्यादा बर्फबारी होती है. അവിടെ സമ്മർ ഒന്നല്ല, वहाँ पे कभी गर्मी ഒരേ नहीं, വിന്റർ തന്നെ അവിടെ. हमेशा सर्दी. ഞാനപ്പോ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. जब मैं वहाँ प्रचार അപ്പൊ कर എന്റെ കയ്യിൽ ഈ വാച്ചിലൂടെ എനിക്ക് ടൈമിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. वॉच नहीं था इसलिए टाइम पे बंद അപ്പൊ नहीं. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു യൂത്ത് ആയിരുന്നു. वहाँ पे एक जवान मेरे लिए अनुवाद कर रहे പുള്ളി थे. പറഞ്ഞ് उसने എന്റെ बोला, കയ്യിൽ ഒരു വാച്ചുണ്ട്, मेरे पास एक അത് घड़ी है, നിനക്ക് തരാന്ന് പറഞ്ഞു. मैं तुझे दूंगा. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. एक प्रॉब्लम है. എന്താന്ന് ചോദിച്ചു. मैंने पूछा क्या? ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് ഒരു 12:15 ആയെന്ന് വെച്ചോ, 12:15 ആയെന്ന് വെച്ചോ. 12:15 है പക്ഷെ ഈ വാച്ച് കാണിക്കുന്നത് 4 മണിയായിരിക്കും. और ये घड़ी 4 बजे दिखाएंगे. ഞാൻ എങ്ങനെ പ്രസംഗം തീർക്കും അപ്പൊ? मैं कैसे? പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. मैं कुछ नहीं बोला. പുള്ളി സ്നേഹത്തോടെ തന്നതാണ്. प्यार से दिए हैं. പുള്ളി യൂസ്ഡ് വാച്ചായിരുന്നു. उसने इसको इस्तेमाल ഞാൻ किया. വാച്ച് കെട്ടിച്ചു. मैं उसको बांध लिया. ഹിമാചൽ കുല്ലു എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. कुल्लू है एक जगह അവിടെ है. കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു. वहाँ पे बहुत ഞാൻ सारे ഈ മെക്കാനിക് വാച്ച് മെക്കാനിക് കയ്യിൽ ഇതുകൊണ്ട് കൊടുത്തു. मैंने वॉच मैकेनिक को പുള്ളി ഈ വാച്ച് നോക്കിയിട്ട് പറഞ്ഞു, ये घड़ी देखी, ഇത് ചൈന മോഡലാണ്, ये चाइना का है, ദൂരെ അറിഞ്ഞേക്കെന്ന് പറഞ്ഞു. फेंक दो. സ്നേഹത്തോട് തന്ന ഒരാളെ ഞാൻ എങ്ങനെ ദൂരെ അറിയും? मुझे प्यार से किसी ने दिया, मैं कैसे फेंक ഞാൻ दूं? കെട്ടിച്ചു തിരിച്ചു. मैं फिर से बांध അത് दे. ടൈം ഓടുന്നില്ല, അതിന്റെ കൈ കിടക്കട്ടെ എന്ന് പറഞ്ഞു. मैं चाहे दौड़े या ना दौड़े, मैं मेरे हाथ में കുറച്ച് रहे. ദിവസം കഴിഞ്ഞ് ഞാൻ ഇന്ത്യ ഒരു മെക്കാനിക്കെ നോക്കി. और फिर एक मैकेनिक को देखा, അവനൊരു സെല്ലിട്ടു. उसने एक बैटरी डाला. ഇന്ന് വരെ ടൈം കറക്റ്റാ अभी ഓടുന്നുണ്ട്. तक घड़ी सही चल रही है. ഞാൻ ടൈമിന് മെസ്സേജ് വഴിക്കും. मैं समय पे मैं समाप्त करूँ. ഹല്ലേലൂയ. എന്റെ സുഹൃത്തുക്കളെ, मेरे എന്റെ मित्रों, പ്രിയ സ്നേഹങ്ങളെ, मेरे प्रियो, ഈ അമ്മച്ചനും അപ്പച്ചനും ഭക്ഷണമൊക്കെ എനിക്ക് തന്നു. और ये दादा दादी मुझे അത് खाना, കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. उसके बाद प्रार्थना किए. ഒരു രാത്രി 12 പ്രാർത്ഥന കഴിഞ്ഞു. और रात को 12 बजे प्रार्थना खत्म അപ്പൊ हुई. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം प्रार्थना के बाद ഈ ബ്രദർ എന്റെ അടുത്ത് പറയാണ്, ये भाई कहते हैं, നീ ഇവിടെ കിടന്ന് ഉറങ്ങണ്ട, यहाँ मत सो, നിനക്കൊരു റൂം ഞങ്ങൾ मैं ചെയ്തിട്ടുണ്ടെന്ന്. तुम्हारे लिए एक रूम, ആ റൂമിൽ കൊണ്ടുപോയി उस रूम में നല്ലൊരു ബെഡ് ഇട്ടു, अच्छा बिस्तर ഫാൻ डाल, ഇട്ടു, पंखा डाल, കുടിക്കാൻ വെള്ളം വെച്ചു, पानी दिए, നന്നായിട്ട് കിടന്ന് ഉറങ്ങി. अच्छे से सोए. ഹല്ലേലൂയ. आमीन. കയറിയപ്പോ ഏത് റൂമായിരുന്നു? जब मैं अंदर घुसा तो कौन सा कमरा ഇപ്പൊ था? പ്രാർത്ഥന കഴിഞ്ഞപ്പോ റൂം എവിടെ മാറി? प्रार्थना के बाद कौन सा कमरा? നീ പോ, आप जाओ, നിനക്ക് ആവശ്യമുള്ള ഞാൻ തരും. तुम्हारे लिए जो जरूरत है मैं तुम्हें दूंगा. ഹല്ലേലൂയ. आमीन. നന്നായിട്ട് കിടന്ന് ഉറങ്ങി. अच्छे से പിറ്റേ सोए. ദിവസം सुबह കാലത്തായി ഞാനിങ്ങനെ 5 മണിക്ക് കഥ തുറന്നപ്പോ जब मैं 5 बजे ആ दरवाजा, പുള്ളി അവിടെ കുത്തിയിരിക്കുകയാണ്. वो वहाँ बैठा हुआ ഞാൻ है. പുള്ളിയോട് ചോദിച്ചു, എന്ത് ഉറങ്ങിയില്ലേ? मैंने पूछा क्यों नहीं सोए? പുള്ളി പറഞ്ഞ്, उसने बोला വെയിറ്റിംഗ് ഫോർ യു. मैं तुम्हारा इंतजार कर रही എന്തിനു थी. പറഞ്ഞു? मैंने पूछा എന്റെ क्यों? കൈനെ വലിച്ചുകൊണ്ട് പുള്ളി പുറത്തു പോയി. और हाथ पकड़ कर ले गए. അവിടെ ഒരു കട ഉണ്ടായിരുന്നു. वहाँ पे एक അവിടെ दुकान, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെളുപ്പം കാലത്ത് തന്നെ और सुबह ब्रेकफास्ट, അതൊക്കെ വാങ്ങിച്ചു തന്നു. वो सब खिलाया, എല്ലാം കഴിഞ്ഞ ശേഷം सब कुछ. ഞാനിപ്പം അവിടെ നിന്ന് തിരിക്കണം. वहाँ से निकलना So है, I want to move from that place. उस जगह से निकलना है. Take a 500 rupees. और 500 He keep रुपया in my pocket. मेरे पॉकेट में डाला. അടുത്ത പുള്ളി പറഞ്ഞ ഒരു और വാക്കുണ്ടായിരുന്നു, उसके बाद बोला, ഇനി ഏത് നേരത്ത് നീ ഇതുവഴി പോയാലും എന്റെ വീട് നിനക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കും. जब कभी तुम इस रास्ते से होकर गुजरोगे, मेरा घर हमेशा तेरे लिए द्वार खुला है. Hallelujah. आमीन. Who give the food? कौन खाना देते हैं? That is my family. और मेरा परिवार. Where I stay,
कहाँ मैं रहता that हूँ is my house. वो मेरा घर Where है। I preach, जहाँ मैं प्रचार that करता is हूँ my church. वो मेरा चर्च है। Hallelujah. आमेन। എനിക്കെന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി പേരില്ല, मेरा अपना कोई मिनिस्ट्री का ഒരു नाम, ചർച്ച് ഇല്ല, कोई चर्च नहीं, ഒരു ബിൽഡിംഗ് ഇല്ല, कोई बिल्डिंग ഒരു नहीं, അസിസ്റ്റന്റ് വർക്കറും ഇല്ല. कोई असिस्टेंट सेवक പക്ഷെ नहीं, എന്റെ അവിടെ എന്റെ യേശു ഉണ്ട്. लेकिन मेरे साथ मेरा प्रभु है। Hallelujah. आमेन। എന്റെ അഡ്രസ് എന്ന് പറയുന്നത് യേശുവാണ്. मेरा जो पता है वो यीशु मसीह My है। home is in heaven. मेरा जो घर है I वो was स्वर्ग में traveling है। in this world. मैं इस संसार में एक सवारी हूँ, Just I'm a traveler. सिर्फ एक सवारी Where is हूँ my मैं। home? और मेरा घर कहाँ है? Heaven. स्वर्ग That's है। what I want to say with you to the young people. और आज दिन में आप लोगों से मैं ये बताना चाहता हूँ, My dear brothers and sisters, मेरे प्रिय भाई बहनों, ഈ യാത്രയില് और इस सफर में മഴ, बारिश, പൊള്ളുന്ന വെയില്, कड़ी धूप പറ്റാത്ത തണുപ്പ്, और खड़ी सर्दी, ഞാൻ ട്രാവൽ ചെയ്തു. मैंने सफर किया എന്റെ हूँ। സൈക്കിള് കൊണ്ട് मेरे साइकिल में കാലൊക്കെ അത്ര വേദന എടുക്കും. पाँव उतने ज्यादा दर्द देते ചില हैं। നേരങ്ങളൊക്കെ 13 to 14 hours ഞാൻ ഇങ്ങനെ പെഡൽ ചെയ്യണം. कई बार 13-14 घंटे तक साइकिल का पेडल चलाते എന്റെ रहता हूँ। ബാക്ക് സൈഡിൽ നിന്ന് സ്കിന്നൊക്കെ പൊട്ടി അതിൽ നിന്ന് ബ്ലീഡ് ആവും. कई बार बैक साइड से स्किन हल लिया फट कर खून आते എത്ര हैं। പെയിൻ ഷോൾഡറിന് ബാക്കിനൊക്കെ കിട്ടും. कंधे और पीठ पे बहुत दर्द होते हैं। പക്ഷെ എത്ര പെയിൻ വന്നാലും कितने भी दर्द क्यों ना हो, യേശു, यीशु मसीह, യേശുവിന് വേണ്ടി ഞാൻ പോകണം. मैं यीशु के लिए चलूंगा। ഇത് എന്റെ ഇന്ത്യയാണ്. और ये मेरा भारत है, ഞാൻ പ്രസംഗിക്കണം मैं प्रचार करूंगा യേശുവിന്റെ സ്നേഹത്തിനെ കുറിച്ച്. यीशु मसीह के प्रेम के ഒരിക്കലും बारे में। നരകത്തിൽ പോരുത്, और कोई भी नरक में ना സ്വർഗ്ഗത്തിൽ जाए, വരണം. स्वर्ग में എന്റെ जाए। പ്രിയ സുഹൃത്തുക്കളെ, मेरे प्रियो, ചില നേരങ്ങൾ ഫാസ്റ്റ്, sometimes in the forest, कभी कभी जंगल में, sometimes broken road, कई बार टूटी फूटी सड़कों पे, dusty areas, कई बार धूल उड़ने वाले रास्तों पे, sometimes elephant cross me, कई बार हाथी मेरे सामने से गुजरते हैं, snakes, सांप, leopard. और कई बार चीते। God protected me. लेकिन प्रभु ने मुझे सुरक्षित But once रखा। I was in the Assam, एक बार जब मैं असम में था nearly 25 people beat me like a street dog. और एक गली के कुत्ते की तरह 25 लोगों ने मेरे बहुत बुरी तरह With पिटाई their की। chappals they beat me. उन्होंने अपने जूते चप्पल से मुझे मारे। Still I'm running for my लेकिन Jesus. फिर भी मैं यीशु के लिए दौड़ रहा One in हूँ। the Bangladesh and Bengal border. और एक बार बांग्लादेश और बंगाल के In the border- street, और एक सड़क गली when I was preaching, जब मैं सुसमाचार सुना they रहा throw the wooden stakes. और उन्होंने लकड़ी के गट्ठे लेके When I was in the UP, जब मैं उत्तर प्रदेश में था, which plate the dog eat, I eat in the plate of the dog. और जिस थाली में कुत्ते को भोजन देते थे उसी पे मुझे खाना खाना पड़ा। Hallelujah. आमीन। My Jesus watching everything. मेरा यीशु मसीह सब कुछ देख रहा 2 है। months back, 2 महीने पहले in the UP Sitapur, यूपी में सीतापुर when I was में preaching in a church, जब मैं एक चर्च में the प्रचार कर police रहा था came to arrest me, और पुलिस मुझे गिरफ्तार but करने God के लिए, protected me. लेकिन प्रभु ने मुझे वहां सुरक्षित In निकाला। the Mizoram, मिजोरम when I में was going on the street, जब मैं सड़कों पे चल रहा people था catch me to the police station, और लोग मुझे पकड़कर पुलिस स्टेशन ले but जाने God के लिए, protected me. लेकिन प्रभु ने मुझे सुरक्षित रखे। Sleepless night. और कई ऐसी रातें बिना नींद के, ചില നേരങ്ങൾ കുത്തിയിരുന്നു ഉറങ്ങും. कई बार ऐसे बैठ के सोता था ഇരുന്നിരുന്നൊക്കെ മുടിഞ്ഞു പോയ ഒരു പെയിനായിരിക്കും. और कई बार बैठ कर ऐसे मतलब अगले मरने वाले दर्द होते ചില നേരം हैं। കഴിക്കാൻ ആഹാരം കാണൂല, कई बार खाने के लिए भोजन नहीं, കുടിക്കാൻ വെള്ളം കിട്ടൂല. पीने के लिए पानी नहीं, കാലത്ത് എപ്പോ വരുന്നു ഇങ്ങനെ ഇരിക്കും. और सुबह कब होंगे ऐसे बैठा रहता था। റാഞ്ചിയിൽ, ജാർഖണ്ഡിൽ റാഞ്ചിയിൽ വെച്ച് रांची में വൈറൽ ഫീവർ ആയിരുന്നു. वायरल फीवर हो गया। അവിടെയുള്ള പാസ്റ്റർ പറഞ്ഞു, वहाँ के पासवान ने कहा, വൈറൽ ഫീവർ എവിടെയാണ് പോകുന്നത്? और कहाँ जा रहा हूँ वायरल ഞാൻ फीवर? മരിച്ചാലും കുഴപ്പമില്ല, अगर मैं मरूं तो भी कोई പ്രാർത്ഥിക്കാൻ എനിക്ക് ഇരിക്കാൻ പറ്റൂല, बिना प्रार्थना किए नहीं बैठ सकता, വചനം പറയാതെ എനിക്ക് ഇരിക്കാൻ പറ്റൂല. बिना वचन बोले नहीं बैठ ഈ सकता। വൈറൽ ഫീവറോട് और इस वायरल फीवर എല്ലാ ദിവസങ്ങളിലും 3 സ്ഥലങ്ങളിൽ ചെന്നാണ് പ്രസംഗിച്ചത്. और इस वायरल फीवर के साथ रोज 3 जगहों पे जाके ബീഹാറിൽ प्रचार വെച്ച്, किया। ബീഹാറിൽ വന്നപ്പോ बिहार में എന്റെ യൂറിനൊക്കെ ബ്ലഡ് ആയി. मेरे यूरिन से खून निकलने അത്ര लगे പെയിൻ ആയിരുന്നു, और उतना ज्यादा दर्द, പ്രസംഗിക്കാൻ പറ്റൂല. प्रचार नहीं कर पा പക്ഷെ रहा। ഞാൻ എന്ത് ചെയ്തു? लेकिन मैंने എന്റെ क्या, എന്റെ ഹാൻഡ്സ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഹോൾഡ് ചെയ്തു. मेरे हाथ को ऐसे मजबूती से പെയിൻ पकड़ा, താങ്ങാൻ പറ്റുന്നില്ല. मैं अपने दर्द को सह नहीं पा रहा പക്ഷെ था। ഒറ്റ കയ്യിൽ ഇങ്ങനെ ബൈബിൾ വെച്ചുകൊണ്ട് एक हाथ में बाइबल रखकर ദൈവത്തിന് അറിയാത്തവർക്ക് ദൈവത്തിന്റെ സ്നേഹം എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. मैं जानता हूँ कि मेरे परमेश्वर का जो प्रेम है मेरे प्रति, ഈ പെയിനിനെ കാട്ടിലും ദൈവത്തിന്റെ സ്നേഹം വലിയതാണ്. मेरे दर्द से बढ़कर मेरा प्रभु का प्रेम बड़ा है। ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് യേശുവിന് വേണ്ടി और ചെയ്തു? इस प्रेम के लिए, इस यीशु के लिए आप क्या कर रहे ഇന്നും हो? ഒരുപാടുണ്ട് പറയാൻ നിങ്ങളുടെ അടുത്ത്. बताने के लिए तो
तो बहुत कुछ है। ദൈവം എനിക്ക് ഇനിയൊരു അവസരം നൽകുകയാണെങ്കിൽ अगर प्रभु मुझे एक और अवसर देते हैं, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യും. आपके बीच में अपनी गवाही को रखूंगा। ഞാൻ സ്വർഗത്തിൽ പോകണം, मुझे स्वर्ग जाना നിങ്ങളെ है, സ്വർഗത്തിൽ ഞാൻ കാണണം. आपको भी मैं स्वर्ग में देखना है। സ്വർഗത്തിൽ വരുമല്ലോ നിങ്ങൾ, आप भी आएंगे ना वहाँ? യേശുവിന് വേണ്ടി നിങ്ങൾ വരുമല്ലോ. यीशु मसीह के लिए आप आएंगे ना? നിങ്ങളുടെ ഹസ്ബൻഡ്, आपका पति, നിങ്ങളുടെ വൈഫ്, आपकी पत्नी, നിങ്ങളുടെ ചിൽഡ്രൻ आपके बच्चे ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് आपके हाथों को थामते हुए come to the heaven kingdom of the God. और स्वर्ग के राज में आप आए। Hallelujah. आमीन। Close your eyes. हम अपनी आंखों को बंद करें। Thank you, Heavenly Father. धन्यवाद स्वर्गीय पिता, Thank for this wonderful time. इस अच्छे समय के लिए धन्यवाद देता हूँ। Right now, इस वक्त who are taking the decision, और जो कोई निर्णय लेते हैं, let God you speak with the people. परमेश्वर आप उनसे बात कर। Come to the Jesus. प्रभु आप प्रभु हमारे Come to the बीच, Jesus. प्रभु हमारे बीच में आप Come to प्रभु। the Jesus. आमीन। The heaven is welcoming you. आमीन। स्वर्ग आपका स्वागत कर रहा Jesus है। welcome you. यीशु आपका स्वागत कर रहे हैं। Thank you, Lord Jesus. धन्यवाद प्रभु। I pray for these believers. और इस विश्वासियों के लिए मैं I pray for प्रार्थना the करता church. हूँ। इस कलीसिया के I लिए pray for प्रार्थना- the pastor. मैं इस पासवान के लिए I प्रार्थना pray for करता his हूँ। mission work. और सारे मिशन काम के लिए God, प्रार्थना you करता bless these people, हूँ। Lord. आप सभी को अपने आशीष से भर दे Let the प्रभु। peace, let the peace, आपकी शांति, let the happiness, आपकी खुशी, let the miracle, आपका चमत्कार, let the mercy आपकी दया stay upon ever and ever. और इन लोगों के साथ हमेशा हमेशा बने In the रहे। name of Jesus we pray. और यीशु के नाम से प्रार्थना। Amen. आमीन। വളരെ ശ്രേഷ്ഠകരമായ വചനം സന്ദേശം നമുക്ക് കേൾക്കാൻ ഇടയായി തീർന്നു. बहुत ही श्रेष्ठ प्रभु की गवाही और वचन हमने सुने। സുവിശേഷ വേദിയിൽ നിൽക്കുന്ന അലക്സ് ഇന്നിവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ് आज यहाँ से जाने से पहले നിങ്ങളിന്ന് ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് വിടണം. आप एक जिम्मेदारी निभाते हुए आप उनको यहाँ से विदा करें। നമ്മൾ നമ്മുടെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് हम अपने बच्चों से दिल से प्रार्थना करते हैं। മക്കൾക്ക് വേണ്ടി